കർത്താവിന് മഹത്വം. प्रभु को महिमा मिले। കർത്താവ് നല്ലൊരു ദിവസം കൂടെ നമുക്ക് തന്നു. प्रभु ने और एक सुंदर दिन हमें दान दिया। നാസിക്കിലെ വിശുദ്ധന്മാരുടെ ഉത്സാഹം കാണുമ്പോൾ, വചനം കേൾക്കാനും പഠിക്കാനുമുള്ള ഉത്സാഹം കാണുമ്പോൾ പറയാനും നല്ല ഒരു ഉത്സാഹമുണ്ട്. नासिक के पवित्र लोगों के प्रभु के प्रति, प्रभु के वचन के प्रति उत्साह देख करके बोलने वाला हमें भी बहुत उत्साह है। ദൈവവചനത്തിന്റെ ആസ്വാദനം കേൾവിക്കാർക്കും പറയുന്നവർക്കും ഒരുമിച്ചാകുമ്പോൾ ആത്മാവിന്റെ വലിയൊരു ആനന്ദമുണ്ട്. जब परमेश्वर का जो सच्चा आत्मिक आनंद जो है वो सुनने वालों को आनंद होता है, तो बोलने वालों को भी मिलकर के बहुत बड़ा आनंद होता है। നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. हम प्रार्थना के साथ रहेंगे। ഇന്നലെ നമ്മൾ ചിന്തിച്ചു, വിശ്വാസം രക്തം ചിന്താതെ വിമോചനമില്ല. कल हमने इस बात पर ध्यान किया था, बिना लहू बहा करके मुक्ति नहीं है। അങ്ങനെയുള്ള അനേക പ്രയോഗങ്ങൾ വചനത്തിലുണ്ട്. उसी प्रकार का मतलब बिना नहीं होगा, असंभव है, ऐसा कई बातें बाइबल में है। അപ്പം നമുക്ക് ഇന്ന് വേറൊരു വിഷയമാണ് നമ്മൾ അതേ അർത്ഥത്തിൽ തന്നെ എടുക്കുന്നത്. आज उसी अर्थ में मतलब बिना नहीं होगा, उसी अर्थ में हम और एक विषय को लेते हैं। നമുക്ക് അതിനായിട്ട് ആധാരമായിട്ട് നമുക്ക് എബ്രായ ലേഖനം, उसके लिए इब्रानियों का पत्री 11 അധ്യായം അതിന്റെ 6 വാക്യം, उसका 11 अध्याय का 6 वचन हम पढ़ना चाहेंगे आज। और विश्वास बिना उसे प्रसन्न करना अनवना है। ഇവിടെ നമ്മൾ വായിക്കുന്നത് വിശ്വാസം കൂടാതെ, और यहाँ पर हम ये पढ़ता है कि विश्वास बिना, അതിന് യാതൊരു ഒഴിവൊഴിവുമില്ല. इसके बिना कभी भी इससे और कोई मार्ग नहीं। നമുക്ക് ഏതെങ്കിലും നിലയിലൊരു ഷോർട്ട് കട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. हम किसी प्रकार का शॉर्ट रास्ता नहीं ले सकता। അപ്പൊ അതുകൊണ്ട് വിശ്വാസം കൂടാതെ എന്നുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് വിശ്വാസം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം. विश्वास के बिना नहीं हो सकता है, तो विश्वास क्या है उसके बारे में आज हम थोड़ा मनन करेंगे। അപ്പൊ നമ്മൾ ചിന്തിക്കും, ഇത്രയും വർഷമായിട്ട് വിശ്വാസത്തിലിരിക്കുന്ന ഞങ്ങളോട് വിശ്വാസത്തെ കുറിച്ച് വീണ്ടും എന്താണ് പറയുന്നത്? शायद हम सोच सकता है कि इतने सालों से हम विश्वास में है, तो विश्वास के बारे में हमसे क्या कहना है। അപ്പോൾ വിശ്വാസം സംബന്ധിച്ച് നമ്മൾ അനേകരോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും വിഭിന്ന രീതിയിലുള്ള വിശ്വാസങ്ങളാണ് പലർക്കും ഉള്ളത്. विश्वास के संबंध में जब हम लोगों से जब बात करता है, उनको भिन्न भिन्न प्रकार का उनका विश्वास के बारे में हमें सुनने के लिए मिलता है। അപ്പം നമുക്ക് അതുകൊണ്ട് പിന്നെയും ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള വിശ്വാസമാണ് നമ്മൾ തിരുവചനത്തിൽ വിശ്വാസം എന്ന് ഉദ്ദേശിക്കുന്നത്. यहाँ पर हम जो परमेश्वर की हृदय के जैसा विश्वास को विश्वास कैसे समझता है, समझना चाहिए। അപ്പൊ നമ്മള് വിശ്വാസം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പഴയ നിയമത്തിൽ ഈ വിശ്വാസം എന്നുള്ള പദം കൂടെ കൂടെ പറയുന്നില്ല. अभी हम विश्वास के बारे में देखेगा तो पुराना नियम में विश्वास के बारे में बार बार नहीं कहा जाता। കാരണം പഴയ നിയമത്തിൽ എബ്രായ ലാംഗ്വേജിൽ അവിടെ എപ്പോഴും ഉപയോഗിക്കുന്നത് ആശ്രയം എന്ന വിഷയമാണ്. जब पुराना नियम आपको मालूम में लिखा गया इब्रानी भाषा में, और उसमें विश्वास के लिए ज्यादा इस्तेमाल किया है भरोसा। അപ്പോൾ ആ പഴയ നിയമത്തിലെ ആ ആശ്രയത്തിന് തുല്യമായ രീതിയിലാണ് പുതിയ നിയമത്തിൽ ഗ്രീക്കിൽ ഈ ഫെയ്ത്ത് എന്ന് വിശ്വാസം എന്ന് വരുന്നത്. यहाँ पर जो पुराना नियम में इब्राय भाषा में जो भरोसा या आश्रय जो शब्द है, वही बात ग्रीक भाषा में नया नियम में विश्वास करके फेथ करके आया है। എന്നാൽ നമ്മുടെ ലാംഗ്വേജ് വരുമ്പോൾ ആ എബ്രായ പദത്തിൽ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ അല്ല വിശ്വാസത്തെ ഇന്ന് നമ്മൾ കാണുന്നത്. परंतु हम अपनी अपनी भाषा में अगर देखेगा तो जो इब्राय भाषा में जो विश्वास के लिए लिखा हुआ उस अर्थ में हमारी बाइबल में हम नहीं लिखा है। അപ്പോൾ പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന അതേ അർത്ഥത്തിൽ ആ ഹീബ്രുവിന്റെ ആ രുചിയിൽ ആ അർത്ഥത്തിൽ വേണം നമ്മൾ വചനത്തെ നമ്മൾ വിശ്വാസം എന്നതിനെ നമ്മൾ കാണേണ്ടത്. तो हमें जो पुराना नियम में लिखा है उस अर्थ में हम लोग इस हमारे विश्वास को देखना चाहिए। അപ്പൊ നമ്മളിവിടെ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിശ്വാസം എന്നതിനെല്ലാം അർത്ഥം ആശ്രയം എന്നാണ്. आज हम जो विश्वास के बारे में देखने जा रहा है वो सारे शब्दों का अर्थ भरोसा है। നമുക്ക് ഉദാഹരണമായിട്ട് നമുക്കൊരു യെരമ്യാ പ്രവചനം 17 അധ്യായത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം. अगर हम एक उदाहरण के लिए यिर्मयाह नबी की किताब उसका 17 अध्याय से हम एक वचन पढ़ेंगे। അതിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. उसके 17 अध्याय उसकी 5वें वचन में हम इसी रीति में पढ़ता है। 5वां वचन, यहोवा मैं कहता हूँ श्रापित है वह पुरुष जो मनुष्य पर भरोसा रखता है और उसका सहारा लेता है, जिसका मन यहोवा से पड़ जाता है। ഇവിടെ നോക്കുക,
മനുഷ്യനിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് തന്നിൽ തന്നെ ആശ്രയിക്കുന്നതിനെയാണ് മനുഷ്യനിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത്. यहाँ पर जो मनुष्य पर भरोसा करने का अर्थ क्या है, वो व्यक्ति अपने आप में भरोसा करता है. അപ്പൊ നമ്മളിൽ തന്നെ അത്ര കോൺഫിഡൻസ് ഇല്ലാത്തപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കും. यदि हम अपने आप में अगर हमें इतना भरोसा नहीं है तो हम दूसरे के ऊपर भरोसा करेगा. ഇതിനെയാണ് പുതിയ നിയമത്തിൽ എന്ന് പറയുന്നത് വിശ്വാസം. അപ്പൊ ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നത് അവനെ തന്നെയാണ്. इसको नया नियम में विश्वास कहता है. इसमें वो विश्वास कहाँ करता है, अपने आप में विश्वास करता है. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യൻ ദൈവസന്നിധിയിൽ ശപിക്കപ്പെട്ടവനാണ്. ऐसा लोग प्रभु का उपस्थिति में इस वचन के आधार में हम देखते हैं वो श्रापित लोग हैं. എന്നാൽ അടുത്ത വാക്യം നോക്കുക. परंतु इसके अगला वचन देखिए, നമ്മൾ അടുത്ത വാക്യം निर्बल देश के हमारे पेड़ के समान होगा और कभी भलाई ना देखेगा. എന്നാൽ അതിന്റെ 7ാം വാക്യത്തിൽ വായിക്കുമ്പോൾ और उसका 7वां वचन में देखता है, धन्य है वो पुरुष जो यहोवा पर भरोसा रखता है, जिसने परमेश्वर को अपना आधार माना है. നോക്കുക, 2 പ്രാവശ്യം അവിടെ ആശ്രയം എന്നുള്ള പദം വരുന്നുണ്ട്. यहाँ पर हम भरोसा करके 2 बार देखता है, യഹോവയിൽ ആശ്രയിക്കുകയും जो यहोवा पर भरोसा रखता പിന്നെ വേറൊരു ആരെ ആശ്രയിക്കരുത്. और किसी में भरोसा नहीं करता. യഹോവയിൽ യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. और यहोवा ही भरोसा में रहने वाला मनुष्य धन्य है. അപ്പം മുകളിൽ തന്നെ തന്നെ ആശ്രയിക്കുന്ന മനുഷ്യന്റെ ശാപാവസ്ഥയും उसके ऊपर जो हमने पढ़ा था, जो अपने आप में भरोसा करता है वो श्रापित व्यक्ति है. ഇവിടെ യഹോവയിൽ ആശ്രയിക്കുന്ന വ്യക്തിയുടെ അനുഗ്രഹത്തെയും കുറിച്ച് കാണിക്കണം. अभी यहाँ पर यहोवा पर भरोसा करने वाले व्यक्ति का धन्य अवस्था के बारे में भी बताता है. അവൻ എങ്ങനെയുള്ളവനാണ്? वो कैसा व्यक्ति है? വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും वो उस वृक्ष के समान होगा जो नदी के किनारे में लगा हो, ആറ്റരികെ വേരൂന്നതും और उसकी जड़ जल के पास फैली हो. അങ്ങനെയുള്ള വൃക്ഷമാണ്. मतलब उसी प्रकार का जो पेड़ है, ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. धूप होगी तो वो उनको ना लगेगी. അതിന്റെ ഇല എപ്പോഴും പച്ചയായിരിക്കും. उसके पत्ते हरे रहेंगे. വരൾച്ചയുള്ള കാലത്തും और सूखे वर्ष में भी उनके विषय में कुछ चिंता ना होगी. അപ്പൊ ദൈവത്തിന്റെ യഥാർത്ഥ ആശ്രയം, ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആശ്രയം എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തെ തന്നെ ആശ്രയിക്കുന്നതിനെയാണ്. जब प्रभु चाहने वाला विश्वास क्या है, हम हमेशा प्रभु को ही भरोसा करके उस पर ही विश्वास करके जीने के बारे में. ഇവിടെ നമ്മള് ഒരു ഫേക്കായ ഫെയ്ത്ത് വരുന്നുണ്ട്. यहाँ पर एक झूठा विश्वास आता है. നമുക്ക് സാധിക്കാത്ത കാര്യത്തിൽ മാത്രം ദൈവത്തിൽ വിശ്വസിക്കുക, ആശ്രയിക്കുന്നതിനെയും വിശ്വാസമായിട്ടാണ് പലരും ചിന്തിക്കുന്നത്. कई बार लोग क्या सोचता है, अपने से काम नहीं बनता है तो फिर प्रभु में सहारा रहता है, उसको भी लोग विश्वास समझते हैं. അത് എത്രയോ തെറ്റാണ്. ये कितना गलत बात है. നോക്കുക, ദൈവത്തെ മാത്രമേ ഒരിക്കൽ പോലും നമ്മളെ ആശ്രയിക്കാൻ പാടില്ല. प्रियो, हमारे जीवन में एक बात को जानना, हम अपने ऊपर भरोसा ना करें, हमेशा प्रभु पर भरोसा करें, प्रभु पर विश्वास करें. കാരണം മനുഷ്യൻ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, उसके आगे शब्दों में क्या होता है, മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാത്തിലും ദുഷ്ട മനുഷ്യനാണ്. मनुष्य का मन की अवस्था के बारे में कहता है कि मन तो सब वस्तुओं से अधिक धोखा देने वाला होता है. ആയതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ആശ്രയിച്ചതും അല്ലെങ്കിൽ ലോകത്തിൽ എന്തിനെയെല്ലാം ആശ്രയിച്ചോ ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ സമ്പൂർണമായി ഒരിക്കലായി എന്നേക്കുമായി ഇഹത്തിലും പരത്തിലും നാം വിശ്വാസം അർപ്പിക്കുന്ന ആ വിശ്വാസത്തെയാണ് തിരുവചനം വിശ്വാസം എന്ന് ഉദ്ദേശിക്കുന്നത്. इसलिए हमारे जीवन में इस दुनिया में हो या हम प्रभु के साथ स्वर्ग में रहने के समय में भी क्यों ना हो, परंतु हमारा पूरा भरोसा, हमारा पूरा विश्वास प्रभु में रहना चाहिए. उस प्रकार का विश्वास को ही परमेश्वर का वचन विश्वास करके मानते. അപ്പൊ നമ്മള് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, अभी हमने इब्रानियों 11:6 में पढ़ा था कि विश्वास बिना परमेश्वर को प्रसन्न करना अनहोना है. രക്തം ചിന്താതെ വിമോചനമില്ല എന്നതുപോലെ തന്നെ ശക്തമായ വചനമാണിത്. अभी जो बिना लहू बहा करके मुक्ति नहीं, उस प्रकार का एक सामर्थ्यवान वचन है कि विश्वास बिना परमेश्वर को प्रसन्न नहीं कर सकता. അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കും. നമുക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നത് എന്നത് പ്രോപ്പറായി ദൈവം വെച്ച വ്യവസ്ഥയിലൂടെ വിശ്വസിക്കുന്നതിനെയാണ് ദൈവഹിതപ്രകാരമുള്ള അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിശ്വാസം എന്ന് അർത്ഥമാക്കുന്നത്. परमेश्वर को प्रसन्न करने वाला विश्वास क्या है, परमेश्वर ने रखा हुआ उस व्यवस्था के अनुसार एवं प्रभु पर विश्वास करता है, उसी को ही परमेश्वर को प्रसन्न होने वाला विश्वास करके कहा जाता है.
അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വേദപുസ്തകത്തിൽ നമ്മൾ തുടങ്ങുന്ന ആ ആരംഭത്തിൽ കയീന്റെയും ഹാബേലിന്റെയും യാഗത്തോടുള്ള ബന്ധത്തിൽ ദൈവം അത് പറയുന്നുണ്ട്. जब हम शुरुआत में जब उत्पत्ति की किताब में परमेश्वर को प्रसन्न करने के लिए इच्छा किया हुआ काइन और हाबिल के बारे में जब पढ़ता है तो वहां पर ये बात को बताता है. അവിടെ 7-ാം വാക്യത്തിൽ യാഗം അർപ്പിച്ചതിന് ശേഷം കയ്യൻ ദൈവസന്നിധിയിൽ തിരസ്കരിക്കപ്പെട്ടപ്പോൾ അവന്റെ മുഖം വാടി. അപ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. यहाँ पर हम देखते हैं कि उन दोनों ने भेड़ चढ़ाया और इसके बाद में काइन को दिल में चेहरा उदास हो गया. तब प्रभु पूछने वाले एक शब्द वहां पर 4 अध्याय में हम देखता है. അവിടെ വായിക്കുകയാണ്, वहां पर उसका 7 वचन में पढ़ता है, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകില്ലയോ? यदि तू भला करे तो क्या तेरी भेड़ ग्रहण ना किया जाएगी. അവിടെ വായിക്കുക. അപ്പൊ അവിടെ നമ്മൾ ചോദിക്കുക, നിന്നെ ഞാൻ സ്വീകരിക്കില്ലയോ? बोलने का अर्थ प्रभु बोलता है कि मैं जरूर तुम्हें स्वीकारता നീ ശരിയായ വിശ്വാസത്തിൽ വന്നിരുന്നുവെങ്കിൽ. यदि तुम सही विश्वास में आने से. അപ്പം അവൻ ശരിയാവണ്ണം വന്നില്ല. परंतु वो सही मार्ग में नहीं आया. കാരണം രക്തം ചിന്താതെ വിമോചനമില്ല. क्योंकि प्रभु का व्यवस्था क्या है, बिना लहू बहा करके छुटकारा नहीं. അപ്പോൾ അവന്റെ വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസമായിരുന്നു? उसका मतलब काइन का विश्वास कैसा विश्वास था? അവനിൽ തന്നെ വിശ്വസിക്കുകയായിരുന്നു. वो अपने आप में विश्वास किया. എന്താണ് അവൻ ചെയ്തത്? उसने क्या किया? എന്റെ അധ്വാന ഫലം ദൈവസന്നിധിയിൽ കൊണ്ടുവന്നാൽ, जब मेरा उस मेहनत के फल को प्रभु को बसे में लेकर आएगा तो ദൈവം അത് സ്വീകരിക്കും. प्रभु वो स्वीकारेगा. അവന് വിശ്വാസമുണ്ടോ? क्या उसको विश्वास था? വിശ്വാസമുണ്ട്. उसको विश्वास है. പക്ഷേ അവനിൽ തന്നെയുള്ള വിശ്വാസം. परंतु वो उनका जो विश्वास जो है वो अपने आप पर जो विश्वास है. അപ്പൊ ദൈവം സ്വീകരിക്കുന്ന രീതിയിൽ ദൈവം വെച്ച വ്യവസ്ഥ പ്രകാരമുള്ള വിശ്വാസമില്ല. परमेश्वर ने रखा हुआ उस व्यवस्था के अनुसार का विश्वास काइन में नहीं था. എന്നാൽ ഹാബേൽ എന്ത് ചെയ്തു? परंतु हाबेल ने क्या किया? ദൈവം വെച്ച വ്യവസ്ഥ പ്രകാരം परमेश्वर ने रखा हुआ उस व्यवस्था के अनुसार തന്റെ ആട്ടുംകൂട്ടത്തിലെ ഏറ്റവും മേധസ്സുള്ള ഒന്നിനെ കൊണ്ടുവന്ന് രക്തം ചിന്തി യാഗം അർപ്പിച്ചു. अपनी उन मतलब भेड़ों में से सबसे अच्छा तगड़ा वाला ला करके प्रभु के लिए भेड़ चढ़ाया. അപ്പം ദൈവത്തിന് ഹാബേലിന്റെ യാഗം പ്രസാദമായി. और उस समय में परमेश्वर को हाबेल की भेड़ उनमें प्रसन्न हुआ. എങ്ങനെ പ്രസാദമായി? वो कैसे भेड़ हुआ? ദൈവം പറഞ്ഞതുപോലെ വന്നതുകൊണ്ടാണ്. परमेश्वर ने जैसे कहा वैसा भेड़ चढ़ाया, इसलिए प्रभु को प्रसन्न हुआ. അപ്പൊ ദൈവം വെച്ച വ്യവസ്ഥ പ്രകാരം അല്ല നമ്മുടെ വിശ്വാസമെങ്കിൽ ആ വിശ്വാസം ഒരിക്കലും ദൈവം സ്വീകരിക്കില്ല. अगर परमेश्वर ने रखा हुआ उस व्यवस्था के अनुसार हमारा विश्वास नहीं है तो प्रभु कभी भी उस विश्वास में प्रसन्न नहीं रहेगा. ഇവിടെ നമ്മൾ വിശ്വാസത്തിന്റെ വലുപ്പത്തെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്. यहाँ पर हम विश्वास कितना बड़ा विश्वास है उसका बारे में हम नहीं सोच रहे हैं. നാം ഏതിനെ വിശ്വസിക്കുന്നു, എന്ത് വിശ്വസിക്കുന്നു, ദൈവത്തിന് പ്രസാദമുള്ള വിശ്വാസമാണോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. हम इस पर विश्वास करता है, क्या विश्वास करता है, परमेश्वर को प्रसन्न करने का रीति का विश्वास हम करता है कि नहीं, इस विषय में आज हम विचार कर रहे हैं. ആ വിശ്വാസം ഏറ്റവും ചെറുതാണെങ്കിൽ പോലും वो विश्वास यदि कितना छोटा भी क्यों ना हो ദൈവം സ്വീകരിക്കും. परमेश्वर स्वीकारेगा. കാരണം കർത്താവിന്റെ അടുക്കൽ ഒരു ഭൂതബാധിതനായ ഒരു മനുഷ്യനെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. जब एक दुष्ट आत्मा से बंधा हुआ एक व्यक्ति को प्रभु के पास लाया. അപ്പൊ ആ മനുഷ്യൻ ആ മകന്റെ അപ്പൻ കർത്താവിനോട് ചോദിച്ചു, നിനക്ക് കഴിയുമെങ്കിൽ ഈ മകനെ സൗഖ്യമാക്കണം. उस बेटे का पिता ने प्रभु से कहा यदि तुमसे हो सके तो इसको चंगाई देना. അപ്പൊ കർത്താവ് അവനെ നോക്കി പറഞ്ഞു, കഴിയുമെന്നോ? വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഈ അപ്പൻ നിലവിളിക്കുകയാണ്, എനിക്ക് വിശ്വാസം തരണേ, എന്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ. अभी उस व्यक्ति का कहना सुन करके प्रभु ने उनको कहा क्या विश्वास करने से विश्वास करने वालों को सब कुछ संभव है. तब वो पिता एकदम रो करके चिल्ला करके बोलता है कि प्रभु मुझको भी विश्वास दे. അപ്പോൾ കർത്താവ് വിശ്വാസം കൊടുത്തു അവന്. और उस समय में उसको प्रभु ने विश्वास दिया. അപ്പൊ അവന് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. उनको एक बड़ा विश्वास नहीं था. പക്ഷെ വിശ്വസിക്കേണ്ടവനെ തന്നെ ദൈവഹിത പ്രകാരമുള്ള ദൈവത്തിന് പ്രസാദം വരുന്ന വിശ്വാസമാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത്. इसका मतलब उस व्यक्ति को सच्चा विश्वास मिला. वो विश्वास क्या है कि परमेश्वर का पुत्र प्रभु यीशु मसीह पर विश्वास करना. അപ്പം കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അന്ന് കർത്താവ് അപ്പം 5 അപ്പം കൊണ്ട് 5000 പേര് പോഷിപ്പ് യഹൂദന്മാരെ പിന്നെ അവന്റെ അടുക്കൽ വന്നു. जब प्रभु यीशु मसीह दुनिया में था उस समय में ऐसे कई कई बड़े काम किया. 5 रोटी से 5000 को खिलाया. इसके बाद में भी हम देखते हैं कि यहूदी लोग प्रभु यीशु मसीह के पास आया. അപ്പോൾ അവര് കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്. और उनको प्रभु के पास आकर के पूछता है. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം यूहन्ना का सुसमाचार उसकी 6वां अध्याय അതിന്റെ 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. उसके 28 वचन में यहाँ बढ़ता है. यूहन्ना का सुसमाचार उसका
6 अध्याय 6:28. उसका 28 वचन में हम पढ़ता है, हाँ। उन्होंने उससे कहा, परमेश्वर के कार्य करने के लिए हम क्या करें? ആ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രസാദമുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ കാര്യം എന്താണ് ഞാൻ ചെയ്യേണ്ടത്? अभी यहाँ पर उन लोग पूछता है कि परमेश्वर के कार्य करने के लिए या प्रभु को प्रसन्न करने के लिए हम क्या करें? അപ്പോൾ കർത്താവ് എന്താ ഉത്തരം പറഞ്ഞത്? प्रभु यीशु मसीह ने उसका उत्तर क्या दिया? यीशु ने उन्हें उत्तर दिया, परमेश्वर का कार्य यह है कि तुम उस पर जिससे उसने भेजा है विश्वास करो। എന്താണ് അതിന്റെ അർത്ഥം? इसका अर्थ क्या है? ദൈവം അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. परमेश्वर ने जिसको भेजा उस पर विश्वास करना वही परमेश्वर का कार्य है। അതാണ് ദൈവത്തിന് പ്രസാദം. वो है प्रभु को प्रसन्न करने वाला कार्य। കാരണം ലോകം മുഴുവൻ ഇരുണ്ട് കിടക്കുകയാണ്. क्योंकि दुनिया सब अंधकार में पड़े हुए, കാരണം ആ ഇരുണ്ട് കിടക്കുന്ന സ്ഥലത്ത് उस अंधकार पड़े हुए दुनिया में ദൈവം തന്റെ പുത്രനെ വെളിച്ചമായിട്ട് അയച്ചു. परमेश्वर ने अपने पुत्र को ज्योति होकर के भेजा। പക്ഷെങ്കിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വായിക്കുന്നത് എന്താണ്? परंतु हम यूहन्ना का सुसमाचार 3 अध्याय में क्या पढ़ता? അവർ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു. उन लोगों ने ज्योति से बढ़कर के अंधकार से प्यार किया। അവർക്ക് യേശുവിലല്ല വിശ്വാസം. उनको प्रभु यीशु मसीह में विश्वास नहीं था। അപ്പോൾ തന്നെ യഹൂദന്മാർക്ക് മതാചാര പ്രകാരമുള്ള കാര്യങ്ങളുണ്ട്. उसी समय में ये सब होने के टाइम पर भी धार्मिक रीति में यहूदी लोग अपना कार्य करता है। അവർക്ക് വചനമുണ്ട്, उनको वचन है, അവർക്ക് പക്ഷെങ്കിൽ അവർ ഇപ്പോഴും എവിടെയാണ്? परंतु अभी भी वो लोग कहाँ पर है? അവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. जब यूहन्ना का सुसमाचार 3 अध्याय में हम पढ़ता है, ന്യായവിധി എന്നതോ 3:19 जब और दंड की आज्ञा का कारण यह है कि ज्योति जगत में आई है और मनुष्यों ने अंधकार को ज्योति से अधिक प्रिय जाना क्योंकि उनके काम बुरे थे। ദൈവത്തിന്റെ ന്യായവിധി എന്തുകൊണ്ട്, ദൈവത്തിന്റെ കോപം എന്തുകൊണ്ട് ഉണ്ടാകുന്നു? ദൈവം വെച്ച വ്യവസ്ഥയിലേക്ക് ദൈവം അയച്ച മനുഷ്യനെ വിശ്വസിക്കാത്തതാണ് ദൈവത്തിന്റെ കോപം. प्रियो, परमेश्वर का क्रोध क्यों होता है? क्योंकि परमेश्वर रखा हुआ व्यवस्था के अनुसार परमेश्वर ने जिसको नियुक्त किया उन पर विश्वास न करना ही परमेश्वर का क्रोध का कारण है। അപ്പൊ ദൈവം അയച്ചത് തന്റെ പുത്രനെയാണ്. क्योंकि परमेश्वर ने अपने पुत्र को जगत में भेजा। ഈ പുത്രനെ അയക്കുന്നതിന് മുൻപേ തന്നെ ജനത്തിന് വാണിംഗ് കൊടുക്കുകയാണ്, യോഹന്നാനെ അയച്ചുകൊണ്ട് ഇതാ ദൈവത്തിന്റെ വെളിച്ചം വരുന്നു. अभी प्रभु इस पुत्र को आने से पहले से बपतिस्मा देने वाला यूहन्ना के द्वारा ये चेतावनी देता है, देखो ये परमेश्वर का पुत्र या ज्योति जगत में आ रहा है। നോക്കുക, യോഹന്നാനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? यूहन्ना के बारे में परमेश्वर का उद्देश्य क्या था? യോഹന്നാൻ അല്ല വെളിച്ചം, यूहन्ना ज्योति नहीं, യോഹന്നാനെ വിശ്വസിക്കാനല്ല, यूहन्ना पर विश्वास करने के लिए भी नहीं, യോഹന്നാൻ ആരെ കുറിച്ച് സാക്ഷ്യം പറയുന്നു അവനെ വിശ്വസിക്കാനാണ്. यूहन्ना किसके बारे में गवाही देता है उस पर विश्वास करने के लिए। അവിടെ നോക്കുക, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. जब यूहन्ना का सुसमाचार 1 अध्याय उसकी 4 वचन, उसमें जीवन था और वह जीवन मनुष्य की ज्योति था। നോക്കുക, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. और उसमें जीवन था। ആരിലുണ്ടായിരുന്നു? किसमें था? യേശുവിൽ. प्रभु यीशु मसीह അപ്പൊ में। മറ്റുള്ള മനുഷ്യരിൽ ജീവനില്ലായിരുന്നു? क्या इसका मतलब और लोगों में जीवन नहीं था क्या? ഉണ്ടായിരുന്നു. उनमें भी था, പക്ഷേ അത് മരണജീവൻ അല്ലെങ്കിൽ ഇരുളായിരുന്നു. परंतु वो एक सच्चा जीवन कहने के लायक नहीं, वो मृत्यु का जीवन था, अंधकार था। ലോകത്തിൽ മുഴുവനും സകല മനുഷ്യർക്കും, ന്യായപ്രമാണം ഉള്ളവർക്കും അല്ലെങ്കിൽ മോശയുടെ പ്രമാണം ആചരിച്ചിരുന്ന യഹൂദന്മാർക്കും ഉണ്ടായിരുന്ന ജീവൻ അന്ധകാര ജീവനാണ്. प्रियो, इस दुनिया में जितने भी लोग थे वो मूसा से व्यवस्था पाया हुआ लोग क्यों ना हो, परंतु सारे लोगों में जीवन जो था वो अंधकार था। അവൻ ഭൂമിയിൽ ജനിച്ചപ്പോൾ തന്നെ ആ ജനനം തന്നെ, ആ ജനിച്ച കുഞ്ഞ് തന്നെ ജീവനാണ്. अभी जब प्रभु यीशु मसीह दुनिया में जन्म लिया, वो जन्म लेते ही वो जीवन है, അവൻ അന്ധകാരത്തിൽ ജനിച്ചതല്ല. वो अंधकार में नहीं जन्मा। എന്നാൽ ഈ യേശു ക്രിസ്തുവിനെ സാക്ഷ്യം പറയാൻ അവിടെ അതിന്റെ നമ്മൾ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, उस यूहन्ना का सुसमाचार 1 अध्याय का 7 वचन, वह गवाही देने आया कि ज्योति की गवाही दी ताकि सब उसके द्वारा विश्वास लाए। അവർ വെളിച്ചത്തേക്ക് സാക്ഷ്യം പറയാൻ വന്നു. वो ज्योति के बारे में गवाही देने के लिए आया। അതിന്റെ അടുത്ത വാക്യത്തിലുണ്ട്, അവൻ വെളിച്ചം ആയിരുന്നില്ല. और उसके आगे लिखा है कि वो खुद आप ज्योति नहीं था, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടതിനെ അയച്ചു. वो ज्योति की गवाही देने के लिए आया था। പക്ഷെ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന
വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. परंतु सब लोगों को ज्योति करने वाला वो ज्योति जगत में आते रहा, പക്ഷെ അവരെ വിശ്വസിച്ചില്ല. परंतु उस पर लोगों ने विश्वास नहीं किया. മതാചാരങ്ങളെ വിശ്വസിച്ചു. उन्होंने अपने धर्म के कामों पर विश्वास किया. അവര് പഴയ നിയമത്തിലെ പല കാര്യങ്ങളും വിശ്വസിച്ചു. उन्होंने पुराना नियम के बहुत से कामों पर विश्वास किया. പക്ഷെ ദൈവം അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. जो परमेश्वर ने जिसको भेजा उस पर विश्वास करना है परमेश्वर का कार्य या विश्वास. അവ വിശ്വാസത്തിന് എത്ര വലിപ്പമുണ്ട്? इसका मतलब विश्वास में कितनी वो बढ़ोतरी है, कितना बढ़ा है वो. അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. वो परमेश्वर का एक महान कार्य है. നോക്കുക, വിശ്വാസം ചെറിയ കാര്യമല്ല. विश्वास एक छोटी की बात नहीं. അപ്പോൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 12 अध्याയം അതിലെ 35 36 വാക്യം വായിക്കുമ്പോൾ जब यूहन्ना का सुसमाचार 12 अध्याय का 32 और 36 वचन जब हम पढ़ता है, 12 अध्याय का 32. और मैं यदि पृथ्वी पर से ऊंचे पर चढ़ाया जाऊंगा तो सबको अपने पास खींचूंगा, ऐसा कहकर उसने यह प्रकट कर दिया कि वह ऐसी मृत्यु से मरेगा. അപ്പൊ അവിടെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇരുള് വരും. 35 36. यीशु ने उनसे कहा, ज्योति अब थोड़ी देर तक तुम्हारे बीच में है, जब तक ज्योति तुम्हारे साथ है तब तक चले चलो, ऐसा न हो कि अंधकार तुम्हें आ घेरे. जो अंधकार में चलता है वह नहीं जानता कि किधर जाता है. നോക്കുക, ഒരുവൻ ഇരുട്ടിലാണെങ്കിൽ ഞാൻ എവിടേക്കാണ് പോകുന്നവൻ അറിയത്തില്ല. एक व्यक्ति अगर अंधकार में है तो मैं कहाँ जा रहा है वो व्यक्ति नहीं जानता. അവൻ നരകത്തിലേക്കാണ് പോകുന്നത്. वो नरक की ओर बढ़ रहा है. നോക്കുക, ആർക്കെങ്കിലും ബോധമുണ്ടാകുകയാണ് ഞാൻ നരകത്തിലേക്കാണ് എന്റെ ജീവിതം ചെന്ന് അവസാനിക്കുന്നതെന്ന് അവന് വെളിച്ചം കിട്ടിയാൽ അവൻ എത്രമാത്രം ഭയപ്പെട്ട് ദൈവത്തിലേക്ക് വരും. പക്ഷെ അവന് ബോധമില്ല, അവൻ മൃഗത്തെ പോലെ പോവുകയാണ്. एक व्यक्ति अगर जानता है कि मैं नरक में जा रहा है तो वो व्यक्ति समझता नहीं. अगर समझदार होता तो वो जरूर उस नरक में जाना नहीं चाहेगा, क्योंकि वो एकदम जानवर की एक बुद्धू होकर के ऐसे जा रहा है. അപ്പൊ മനുഷ്യന് ഈ ബോധം കൊടുക്കുകയാണ് ദൈവം. प्रभु उस मनुष्य को ये ज्ञान प्रकाश देता है. ഈ ക്രിസ്തുവിനെ സ്വീകരിക്കും കഴിഞ്ഞ് വെളിച്ചം കിട്ടുമ്പോഴാണ് അവൻ അറിയുന്നത്, ദൈവമേ ഞാൻ എവിടേക്കാണ് പോയിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ ഞാൻ ശരിക്കും അതേ കർത്താവേ നന്ദി, ഞാൻ അന്ധനായിട്ട് പോവുകയായിരുന്നു. जब प्रभु यीशु मसीह को मिलने के बाद में वो व्यक्ति आनंद भरा दिल से प्रभु को धन्यवाद करेगा, क्योंकि वो बोलेगा, ओ प्रभु मैं कहाँ जा रहा था, मैं कितना अंधकार में था. वो एकदम प्रभु को आभार भरा दिल से प्रभु को स्तुति करेगा. പക്ഷെ യഹൂദന്മാര് പറയുകയാണ്, परंतु अभी यहूदी लोग क्या कहता है, ഞങ്ങൾ നിന്നെ വിശ്വസിച്ചില്ലെങ്കിലും ഞങ്ങൾ പോകും സ്വർഗ്ഗത്തിൽ. अभी हम तुझ पर विश्वास नहीं करेगा तो भी हम स्वर्ग में जाएगा, കാരണം ഞങ്ങൾക്ക് മോശമുണ്ട്. क्योंकि हमको मोचा है. ഇവിടെ നോക്കുക, അവർക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം പ്രസാദിക്കുന്ന ഒരു വിശ്വാസമില്ല. देखिए, यहूदियों को विश्वास है, परंतु प्रभु की इच्छा के या प्रभु की जो व्यवस्था के अनुसार का एक विश्वास उनको नहीं. അപ്പം നമ്മൾ ദൈവത്തിന് പ്രസാദമുള്ള വിശ്വാസം എന്ന് പറയുന്നത്, ഈ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നത്, നമ്മൾ യേശു ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നതിനെയാണ് ദൈവത്തിന് പ്രസാദമുള്ള വിശ്വാസം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. प्रियो, एक बात यहाँ पर बहुत गौर से समझना कि हमारा विश्वास वास्तव में क्या है. पिता परमेश्वर की ओर से दिया हुआ पुत्र यीशु मसीह पर विश्वास करना, उस पर भरोसा करना, हमारा संपूर्ण भरोसा प्रभु पर लाना, उसी को ही परमेश्वर की दृष्टि में मूल्यवान विश्वास कहा जाता है. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വിശ്വസിക്കുന്നതിനെയല്ല. हम लोग जो अपनी इच्छा के अनुसार हमने जो भी विश्वास किया वो विश्वास नहीं है. നമുക്ക് പഴയ നിയമത്തിൽ തന്നെ അത് പറയുന്നുണ്ട് ദൈവം. पुराने नियम में भी प्रभु वो बात को कहता है. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവിനെ കുറിച്ച് ദൈവം പറയുകയാണ്. നമ്മുടെ യശയ്യാവിന്റെ പുസ്തകം 42:1 जब प्रभु यीशु मसीह की ये दुनिया में आने के विषय में यशायाह उसका 42 का पहला वचन में कहता है, यशायाह 42 का 1, मेरे दास को देखो जिसे मैं संभाले हूँ, मेरे चुने हुए को जिससे मेरा जी प्रसन्न है, मैंने उस पर अपना आत्मा रखा है. നോക്കൂ, ഇവിടെ ഞാൻ പ്രസാദിക്കുന്ന ഏക വ്യക്തി അവനാണ്. मतलब प्रभु प्रसन्न होने वाला एकमात्र व्यक्ति वह है. എന്റെ ദാസൻ, मेरा दास. അവൻ ആരാണ്? वो कौन है? എന്റെ ഉള്ളം, मेरा दिल को प्रसन्न करने वाला, പൂർണ്ണമായി പ്രസാദിക്കുന്ന എന്റെ ദാസൻ. पूर्ण रूप में मेरे दिल को प्रसन्न करने वाला मेरा दास. അതുകൊണ്ട് എന്റെ ആത്മാവിനെ ഞാൻ അവന്റെ മേൽ വെക്കുന്നു. इसलिए मेरी आत्मा को मैं उस पर रखा है. യോഹന്നാൻ സ്നാപകന് ദൈവം കൊടുത്ത അടയാളം എന്താണ്? യോഹन्ना बपतिस्मा देने वालों को पिता ने जब യോഹन्ना को भेजने के समय में दिया हुआ चिन्ह क्या है? യോഹന്നാനെ,
हे योहन्ना, എന്റെ പുത്രനെ നീ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? तू मेरे पुत्र पर कब किस रीति में विश्वास करना है, क्या तू जानता है? ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നുവോ किसके ऊपर मतलब बपतिस्मा देते वक्त पवित्र आत्मा उतर आएगा, അവനാണ് എന്റെ പുത്രൻ. वो मेरा पुत्र है। നീ വേറെ ആരെയും സംശയിക്കരുത്. आप और किसी के ऊपर संदेह नहीं करना। നീ യഹൂദ പ്രമാണികളെ എന്റെ മകനായിട്ട് വിശ്വസിക്കരുത്. उन यहूदियों की मतलब अगुवाओं को मेरे बेटा करके नहीं विश्वास അപ്പൊ करना। ഇതാണ് ഈ വചനത്തിന്റെ നിവൃത്തിയാണ് സ്നാനക്കടവിൽ വെച്ച് കർത്താവ് സ്നാനമേറ്റപ്പോൾ അവന്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഇറങ്ങി വന്നു. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇവനെ ഞാൻ അറിഞ്ഞില്ല, ഇപ്പോൾ ഞാൻ അറിയുന്നു, ഇവൻ എന്നേക്കാൾ വലിയവൻ, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. यहाँ पर हम देखते हैं कि यूहन्ना बपतिस्मा देने वालों ने बपतिस्मा देते वक्त प्रभु यीशु मसीह के ऊपर पवित्र आत्मा कबूतर के नायत उतर आते हुए देखा। तब यूहन्ना ने गवाही दिया, ये है मतलब जो मेरे से बड़ा है, उसकी जूते का रस्सी तोड़ने के लिए, जो जोड़ने के लिए मैं योग्य नहीं, वो बोला। उस समय में पवित्र आत्मा उनको आया और यूहन्ना ने गवाही दिया। അപ്പോൾ നമ്മളത് വായിക്കുന്നുണ്ട്. हम वहां पर ऐसे पढ़ता है, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞില്ലെന്നും ആത്മാവ് ഇറങ്ങി വരുന്നത് കണ്ടപ്പോഴാണ് ഇവൻ ദൈവപുത്രൻ ഞാൻ അറിഞ്ഞതെന്നും യോഹന്നാൻ സാക്ഷി പറയുന്നു. यूहन्ना वहां पर गवाही देता है कि मैं उसको नहीं जानता था, परंतु मेरा भेजने वाला कहने के अनुसार आत्मा उस पर उतर आया, तब मैंने जाना करके यूहन्ना ने गवाही दिया। അപ്പൊ യോഹന്നാന്റെ ലേഖനത്തിൽ जब यूहन्ना का पत्री में 1 യോഹന്നാൻ 5:9 पहला यूहन्ना उसके 5 अध्याय के 9 वचन में यूहन्ना प्रेषित करता है, നമ്മൾ വിശ്വസിക്കും, നമ്മൾ ദൈവം ആരെ കുറിച്ച് എന്റെ മകനെന്ന് സാക്ഷ്യം പറഞ്ഞോ അവനെ വിശ്വസിക്കണം, അല്ലെങ്കിൽ അല്ലാത്തവരെല്ലാം ദൈവത്തെ പോഷകനാക്കുന്നത് വായിക്കണം. मतलब जो जिसको प्रभु ने हमारे लिए दिया उस पर विश्वास करना, नहीं तो सब झूठ है करके वहां पर हम देखते हैं पहला यूहन्ना उसका 5 अध्याय का 9 वचन। जब हम मनुष्य की गवाही मान लेते हैं तो परमेश्वर की गवाही तो उससे बढ़कर है, और परमेश्वर की गवाही यह है कि उसने अपने पुत्र के विषय में गवाही दी है। ദൈവം എന്റെ പുത്രൻ എന്ന് ആരെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞോ അതാണ് ദൈവം അയച്ച പുത്രൻ. ആ പുത്രനിൽ വിശ്വസിക്കുന്നതിനെയാണ് എന്ന് നമ്മൾ പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിശ്വാസം. परमेश्वर ने जिसको भेजा और परमेश्वर ने जिसके बारे में गवाही दिया, ये मेरा प्रिय पुत्र है, हम उस पर विश्वास करना, वही है सच्चा विश्वास। അപ്പൊ നമ്മള് കർത്താവ് ഭൂമിയിലായിരുന്നപ്പോഴും മനുഷ്യരുടെ വിശ്വാസത്തെ ദൈവം കണക്കിലെടുത്തില്ല. हम देखते हैं कि जब प्रभु यीशु मसीह दुनिया में था, तब ये मनुष्यों का विश्वास को प्रभु ने कभी भी अपने लिए उसको नहीं लिया। കാരണം മനുഷ്യൻ വിശ്വസിക്കേണ്ടത് ദൈവഹിത പ്രകാരം ദൈവത്തിന് പ്രസാദം വരുന്ന വിശ്വാസമായിരിക്കണം. क्योंकि परमेश्वर का योजना क्या है, मनुष्य उस पर भरोसा करना चाहिए, उस पर विश्वास करना चाहिए, वो परमेश्वर की नियुक्ति के अनुसार का विश्वास होना കാരണം चाहिए। ആൾക്കാർ ഇന്ന് അനേകര് അത്ഭുതവും അടയാളത്തിലുമാണ് വിശ്വസിക്കുന്നത്. आज हम देखते हैं कि आज बहुत से लोग चिन्ह चमत्कारों में विश्वास करते हैं। നോക്കുക, യേശു തന്നെ അത്ഭുതം ചെയ്തിട്ടും വിശ്വസിച്ചവരെ കുറിച്ച് യേശു പറയുന്നുണ്ട്. अभी प्रभु यीशु मसीह ने स्वयं बहुत बड़े बड़े कार्य करने के बाद में विश्वास किया हुआ लोगों के बारे में प्रभु ने क्या कहा? നമുക്ക് യോഹന്നാന്റെ സുവിശേഷം जब यूहन्ना का सुसमाचार അതിന്റെ 2-ാം അധ്യായം उसका 2रा अध्याय 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. उसका 23 से 25 तक का वचन पढ़ेंगे। जब वह यरूशलेम में फसह के समय पर्व में था, तब बहुतों ने उनको चिन्हों को जो वह दिखाता था देखकर उसके नाम पर विश्वास किया, परंतु यीशु ने अपने आप को उनके भरोसे पर नहीं छोड़ा, क्योंकि वह सबको जानता था और उसने आवश्यकता के न थी कि किसी मनुष्य के विषय में कोई गवाही दे। നോക്കുക, ഇവിടെ നമ്മൾ നോക്കുക, യേശു തന്നെ അത്ഭുതം ചെയ്തതാണ്. यहाँ पर हम देखते हैं कि प्रभु यीशु मसीह ने बड़े बड़े कार्य किया। ഒരു അത്ഭുതം കണ്ടിട്ട് ഉടനെ അവനെ വിശ്വസിക്കുന്നു. എന്നാൽ ഇവൻ ദൈവപുത്രനാണെന്നും ഇവനിലുള്ള വിശ്വാസത്താലാണ് രക്ഷയുള്ളത് എന്ന അർത്ഥത്തിലല്ല അവർ വിശ്വസിക്കുന്നത്. वे लोगों ने चिन्ह चमत्कारों को देख करके उस पर विश्वास किया, परंतु ये परमेश्वर का पुत्र है, इस पर विश्वास करने के द्वारा हमारा पाप क्षमा है, वो बात ध्यान करके उन्होंने विश्वास नहीं किया। നോക്കുക, എന്തുകൊണ്ടാണ് നമുക്കറിയാം, നമ്മള് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ നമ്മളൊരു മനുഷ്യനെ കാണുന്നുണ്ട്. जब हम प्रेरितों का 8 अध्याय में एक व्यक्ति के बारे में देखता है, അവിടെ ശിമയോൻ എന്നൊരു മനുഷ്യൻ, वह शिमयोन नाम का एक व्यक्ति, അവൻ ദൈവം വെച്ച വ്യവസ്ഥ പ്രകാരമല്ല കർത്താവിൽ വിശ്വസിച്ചത്. उन्होंने परमेश्वर ने रखा हुआ उस व्यवस्था के अनुसार प्रभु यीशु पर विश्वास नहीं किया। അവിടെ 8-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ ആദ്യം നമ്മൾ വായിക്കുന്നുണ്ട്, അതിന്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. उसका 8 अध्याय का 18 वचन में पढ़ता है,
जब शिमोन जब ने शिमोन ने देखा कि प्रेरितों के हाथ रखने से पवित्र आत्मा दिया जाता है, तो उसके पास रुपए लाकर कहा, यह अधिकार मुझे भी दो कि जिस किसी पर हाथ रखो वह पवित्र आत्मा पाए। ഇവിടെ നോക്ക്, അവനും വിശ്വസിച്ചു. अभी यहाँ पर हम देखते हैं कि उसने भी शिमोन ने भी विश्वास किया। എങ്ങനെ വിശ്വസിച്ചു? कैसे विश्वास किया? രക്തം ചിന്താതെ വിമോചനമില്ല എന്നുള്ള ആ ദൈവവ്യവസ്ഥയെ വിട്ടിട്ട് കയ്യിനെ പോലെ അവൻ ഒരു അടയാളം കണ്ടപ്പോൾ അങ്ങ് വിശ്വസിക്കുക. अभी बिना लहू बहा करके मुक्ति नहीं है, ये बात का नियमों को तोड़ करके कायीन के जैसा उन्होंने अपने प्रयास पर उन्होंने विश्वास किया। നോക്കുക, ദൈവം അയച്ച ദൈവത്തിന്റെ പുത്രനായ യേശു പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനായിട്ട് അവൻ യാഗമാക്കുന്ന വിശ്വാസമല്ല ഇവരുള്ളത്. अभी हमारा महान परमेश्वर का पुत्र प्रभु यीशु मसीह की बलिदान के द्वारा पाप क्षमा मिलता है, वो विश्वास अभी इसको नहीं है। കാരണം ഇവന്റെ ഹൃദയം ഇതുവരെ നന്നായിട്ടില്ല. अभी तक उनका हृदय में कोई बदलाव नहीं हुआ। നമ്മൾ നേരത്തെ കണ്ടു, മനുഷ്യന്റെ ഹൃദയം എല്ലാത്തിനും ദുഷ്ടമുള്ളതാണ്. हमने पहले भी देखा, उत्पत्ति के समय में मनुष्य का हृदय सबसे कब्र से भरा हुआ था। എന്നാൽ യേശുവിനെ രക്ഷിതാവായിട്ട് യേശുവിനെ നമ്മൾ എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് ദൈവഹിതപ്രകാരം പരിശുദ്ധാത്മ സഹായത്തോടെ വിശ്വസിച്ചാൽ അവന് ഹൃദയം ശുദ്ധമായി തീരും. यदि प्रभु यीशु मसीह मेरे पापों के लिए मर गया और उसके लहू के द्वारा मुझे छुटकारा है, ये हम सच्चा दिल से विश्वास करेगा तो उसको पूर्ण छुटकारा है, मुक्ति है। അതാണ് ദൈവത്തിന് പ്രസാദമുള്ള വിശ്വാസം. ये है प्रभु का प्रसन्न करने वाला विश्वास। എന്നാൽ ഇവിടെ അവൻ വിശ്വസിച്ചത് എന്താണ്? परंतु यहाँ पर शिमोन ने क्या विश्वास किया? എനിക്കും യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് വിശ്വസിച്ചു. मुझे भी यीशु के नाम पर मेरे द्वारा भी कुछ चिन्ह चमत्कार हो। അവൻ വിശ്വസിച്ചു, उन्होंने विश्वास किया, സ്നാനപ്പെട്ടു, वो बपतिस्मा भी लिया ദൈവജനത്തോട് ചേർന്നു. और परमेश्वर के लोगों के साथ भी मिल गया। പ്രിയമുള്ളവരെ, അവരെ സ്നാനപ്പെടുത്തിയ ദൈവദാസനും അത് മനസ്സിലായില്ല. परंतु उसको बपतिस्मा दिया हुआ वो प्रभु का दास ने ये बात को नहीं समझा। കാരണം നമുക്ക് ആർക്കും മനുഷ്യ ഹൃദയം ചുഴിഞ്ഞു നോക്കി മനസ്സിലാക്കാൻ പറ്റില്ല. हम कोई भी मनुष्य के हृदय को देख नहीं सकता। എന്നാൽ 8-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ കർത്താവിന്റെ ആത്മാവ് പറയുകയാണ്, परंतु उस प्रेरितों का 8 अध्याय के 21 वचन में आत्मा यहाँ पर कहता है, इस बात में न तेरा हिस्सा है न भाग, क्योंकि तेरा मन परमेश्वर के आगे सीधा കണ്ടു नहीं। നോക്കുക, देखिए യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചാൽ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ നേരെയുള്ളതാകുകയും അവൻ വിശുദ്ധനായി തീരുകയും ചെയ്യും. प्रियो, जो व्यक्ति ने प्रभु यीशु मसीह को अपना उद्धारकर्ता मुक्तिदाता करके जब ग्रहण किया है तो उसका दिल भी सीधा रहना चाहिए। അപ്പോൾ അങ്ങനെ ഇതുവരെ ആയിട്ടില്ല. परंतु अभी ये व्यक्ति का दिल अभी तक सीधा नहीं। അങ്ങനെ ആകാതെ സ്നാനപ്പെട്ടിട്ട് ചിന്തിക്കുകയാണ് എന്റെ വഴിയിലൂടെ സ്വർഗത്തിൽ. ഇതാണ് മനുഷ്യന്റെ സ്വയവിശ്വാസം, സ്വന്തം വിശ്വാസം. ऐसा ना बनते हुए उनको लगता है कि मैं मेरे चाल चलन से, मेरी भक्ति से मैं स्वर्ग पहुंच जाएगा। फिर उसको बोलता है अपना खुद का विश्वास। നമ്മൾ വഞ്ചിക്കപ്പെടും. प्रियो, वो व्यक्ति बहुत भयंकर धोखा खाएगा। എന്റെ വിശ്വാസം ശരിയായിരുന്നോ എന്ന്, എന്റെ വിശ്വാസത്തിന്റെ വലിപ്പത്തെ അല്ല നമ്മളിവിടെ ചിന്തിക്കുന്നത്. प्रियो, यहाँ पर मेरा विश्वास सही है कि नहीं, वो विश्वास की उस बड़ापन को नहीं देख रहा है। പിന്നെ ആ യഥാർത്ഥ വ്യക്തിയിലാണോ ഞാൻ വിശ്വസിക്കുന്നതാണ് നോക്കേണ്ടത്. मैं उस सही व्यक्ति पर जिसके द्वारा मुझे वास्तव में अनुग्रह मिलेगा, उस व्यक्ति पर मैं विश्वास करता है कि नहीं, ये बात को देखता है। രക്തം ചിന്താതെ വിമോചനമില്ല എന്നുള്ള ദൈവവ്യവസ്ഥ യേശു ക്രിസ്തുവിൽ അത് നിവൃത്തിയായത് ഞാൻ വിശ്വസിക്കുന്നു, അതാണ് നോക്കേണ്ടത്. मतलब बिना लहू बहा करके मुक्ति नहीं, वो प्रभु यीशु मसीह पर मेरे लिए पूरा हुआ, इस कारण मैं प्रभु यीशु पर विश्वास करता है कि नहीं, वो बात को हमें देखना है। നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുന്നതല്ല. हम अपने ऊपर विश्वास करने वाला बात नहीं। അപ്പൊ ദൈവം തന്റെ പുത്രനെയാണ് വിശ്വസിക്കുന്നത്. प्रियो, परमेश्वर का व्यवस्था के अनुसार पुत्र पर विश्वास करना, उस विश्वास को स्वर्ग अंगीकार करता है। ആ പുത്രനിലുള്ള ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് യേശുവിന്റെ വിശ്വാസം, ദൈവത്തിന്റെ വിശ്വാസമാണ്. अगर हम पुत्र पर जब विश्वास करता है, उनकी बातों को अगर मान लेता है, उस पर भरोसा करता है, वो विश्वास परमेश्वर का विश्वास है। നമ്മള് വെളിപ്പാട് പുസ്തകം അതിന്റെ 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. जब प्रकाशित वाक्य दूसरा अध्याय का 13 वचन में हम इस रीति में पढ़ता है, प्रकाशित वाक्य दूसरा अध्याय का 13 वचन। मैं ये जानता हूँ कि तू वहाँ रहता है जहाँ शैतान का सिंहासन है। तूने मेरा नाम पर स्थिर रहा है और मुझ पर विश्वास करने से उस दिनों में അവിടെ ഹിന്ദിയിലും അത് ശരിയായ ട്രാൻസ്ലേഷൻ അല്ല, ഇങ്ങനെയാണ്, എന്റെ വിശ്വാസം നിനക്കുണ്ടായിരുന്നു, എന്റെ വിശ്വാസം നീ ത്യജിച്ചില്ലെന്ന. मतलब मेरा विश्वास तुझ में था और मेरा विश्वास को तूने नहीं त्यागा करके आना चाहिए। നമ്മളെ ശരിയായ തർജ്ജമയിൽ വായിക്കുകയാണെങ്കിൽ अगर उसका सही परिभाषा में पढ़ेगा तो എങ്കിലുള്ള വിശ്വാസം എന്നല്ല, मतलब जो मुझ में विश्वास है वो नहीं,
എന്റെ വിശ്വാസം നീ കാത്തു. मेरा विश्वास तूने रखवाला किया। അപ്പൊ എന്താ तो അർത്ഥം? वो फर्क समझ में आया? मुझ में विश्वास नहीं, मेरा विश्वास, എന്റെ വിശ്വാസം. उसमें बहुत फर्क है। ഈ 33 വർഷക്കാലം യേശു ജീവിച്ചത് എന്തിനാണ്? ये 33 साल प्रभु यहाँ पर क्यों जीवन बिताया? അവന് രക്തമുളവായി. उसका प्रभु का लहू के द्वारा ആ രക്തം നമുക്ക് വേണ്ടി അവൻ തന്നതുപോലെ हमारे लिए प्रभु ने अपना लहू दिया। उस प्रकार നമുക്കുണ്ടാകേണ്ട വിശ്വാസവും യേശുവിലാണ് ജനിക്കപ്പെട്ടത്. प्रियो, हमारे लिए जो विश्वास चाहिए तो यीशु मसीह में वो विश्वास का जन्म है। നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? क्या हम ऐसे विश्वास करेंगे? നമ്മള് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ എന്താ വായിക്കുന്നത്? 12-ാം അധ്യായത്തിൽ 3-ാം വിശ്വാസത്തിന്റെ നായകനും, ആ നായകൻ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ ജനറേറ്റ് ചെയ്യുന്നവനാണ് അവിടെ, വിശ്വാസത്തെ ഉൽപ്പാദിപ്പിക്കുന്നവനും. जब इब्रानियों का पत्र 12 अध्याय में हम क्या देखते हैं? विश्वास के कर्ता, सिद्ध करने वाला, यीशु मसीह के वर्तागते रहना। അവിടെ ആ ഒറിജിനൽ ഗ്രീക്കിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ उसको ओरिजिनल भाषा में, अगर विनय भाषा में अगर पढ़ेगा तो ദൈവത്തിന് പ്രസാദമുള്ള വിശ്വാസം ജനറേറ്റ് ചെയ്ത ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. परमेश्वर का योग्य विश्वास को उत्पन्न करने वाला एकमात्र व्यक्ति प्रभु यीशु मसीह है। നമുക്ക് അവൻ ഒരു ദിവസം ജനിച്ചിട്ട് അവൻ ദൈവത്തെ സ്വീകരിച്ച് അവൻ വെളിച്ചമുള്ളവനായി തീർന്നതല്ല, അവൻ വെളിച്ചമായി തന്നെ ജനിച്ചതാണ്. प्रभु यीशु मसीह एक बार जन्म होने के बाद में ज्योति होकर के जीवन बिताया हुआ व्यक्ति नहीं, परंतु वो जन्म से ही ज्योति है। അപ്പോൾ ദൈവത്തിന്റെ പൂർണ്ണ വിശ്വാസം ആരിലാണ്? इसका मतलब परमेश्वर का पूर्ण विश्वास का अर्थ वो किस पर है? പാപങ്ങളെ രക്ഷിക്കാൻ ഇവൻ കഴിവുള്ളവനാണെന്ന് ദൈവം അവനെ വിശ്വസിച്ചതാണ്. हमारा हम पापियों को पाप से छुटकारा देने के लिए प्रभु यीशु मसीह सामर्थ्यवान है करके प्रभु ने विश्वास किया। അതാണ് നമ്മളെ എബ്രായ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്ന സകലത്തിലും ലാഭം സകലത്തിലും കാരണബോധനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അവരുടെ രക്ഷാനായകനെ എന്ന് പറഞ്ഞാൽ ഈ രക്ഷിക്കപ്പെടുന്നവർക്ക് വിശ്വാസം കൊടുക്കാനുള്ള ആ വിശ്വാസം പോലും ഈ ക്രിസ്തുവാണ് ഉൽപ്പാദിപ്പിച്ചത്. मतलब बोलने का अर्थ इब्रानियों के पत्री 2 अध्याय का 10 वचन में हम देखते हैं कि हमारा छुटकारा देने वाला प्रभु यीशु मसीह को कष्टों के द्वारा सिद्ध बनाना ये स्वर्गीय पिता को बात पाया। इसी प्रकार हमारे लिए विश्वास भी उत्पन्न करने वाला प्रभु यीशु मसीह है, मसीह में। അവന്റെ ജീവനാണ് നമ്മൾ പ്രാപിക്കുന്നത്. क्योंकि मसीह की जीवन को हम प्राप्त करते ആ हैं, ജീവനിലാണ് ഈ വിശ്വാസം ഇരിക്കുന്നത്. उस जीवन में ये विश्वास है। നോക്കുക, നാം സ്വീകരിച്ച യേശു ക്രിസ്തു हमने जो स्वीकारा वो प्रभु यीशु मसीह कैसा है? നാം അവനെ സ്വീകരിച്ചപ്പോൾ हमने जब प्रभु यीशु मसीह को स्वीकारा, അത് ദൈവം തന്ന വിശ്വാസമാണ്, वो परमेश्वर ने दिया हुआ विश्वास है, നമ്മുടെ വിശ്വാസമല്ല. ये हमारा विश्वास ഞാൻ नहीं। പറഞ്ഞാൽ നമുക്കത് തെറ്റിദ്ധരിക്കരുത്. हम इस बात को कहीं गलत ना समझे। വിശ്വസിക്കാൻ നമ്മളെ ദൈവം ശക്തരാക്കുകയാണ് ചെയ്തത്. प्रभु ने हमको विश्वास करने के लिए सामर्थ्य दिया, നമുക്കതിനുള്ള കൃപ തരികയാണ് ചെയ്തത്. हमें उसके लिए आशीष दिया, सहायता किया। ഇപ്പം കന്യ മറിയമിൽ കർത്താവ് ജനിക്കണം. जब कुमारी मरियम में प्रभु यीशु मसीह का जन्म होना था, അവൾക്ക് അതിനുള്ള വിശ്വാസം ഉണ്ടായിരുന്നോ? मरियम को उस बात के लिए विश्वास था ഇല്ല. नहीं, എന്നാൽ ദൈവം അവളെ സന്ദർശിച്ചപ്പോൾ परंतु जब प्रभु ने उनको जब मिला, ആ ദൈവത്തിന്റെ ആ പദ്ധതി സ്വീകരിക്കാനുള്ള വിശ്വാസം, ആ കൃപ അവ കൊടുക്കുകയാണ്. കൃപ ലഭിച്ചവളെ, प्रभु की योजना उसमें पूरा होने के लिए वो विश्वास प्रभु ने उनको अनुग्रह दे करके सहायता किया। അപ്പൊ തന്റെ പുത്രനെ സ്വീകരിക്കാനുള്ള ആ മനസ്സ്, ആ കൃപ, ആ വിശ്വാസം അവൾ കിട്ടി. महान पिता परमेश्वर की एकलौता पुत्र को स्वीकारने का वो विश्वास, वो अनुग्रह प्रभु ने मरियम को दिया। അവൾ പറയുകയാണ്, നിന്റെ ഹിതം പോലെ നടക്കട്ടെ, നിന്റെ പുത്രനെ ഞാൻ സ്വീകരിക്കണമെന്നുള്ള ഹിതം നടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. वो एकदम अपने आप को समर्पण करके कहता है कि तेरी इच्छा मेरी जीवन में पूरी होने दे। ഇതാണ് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നത്, ആ യേശുവിനെ സ്വീകരിക്കുന്നവർ ജഡത്തിൽ നിന്നല്ല, രക്തത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്ന്. അപ്പൊ ആ ദൈവമാണ് ഞാൻ വീണ്ടും ജനിക്കണമെന്ന് ഇച്ഛിക്കുന്നത്. प्रियोम, हम यूहन्ना का सुसमाचार 1 अध्याय 12-13 वचन में हम पढ़ता है कि जो भी प्रभु यीशु मसीह पर विश्वास करता है वे लोग ना तो लघु से, ना शरीर की इच्छा से, ना मनुष्य की इच्छा से, परंतु परमेश्वर से जन्म लेता है। परमेश्वर की वो इच्छा था। പ്രൈസ് ദി ലോർഡ്. प्रेज लॉर्ड। നോക്ക്, നമുക്ക് ജഡത്തിൽ തന്നെ ജനിക്കാൻ നമുക്ക് നമ്മുടെ ഇച്ഛയല്ല. प्रियो, हम लोग जीवन शरीर में भी जन्म लिया, वास्तव में वो हमारी इच्छा नहीं। ആ ജന്മത്തെ കുറിച്ച് പറയണം, അത് പുരുഷന്റെ ഇഷ്ടത്താലാണ്, ജഡത്താലാണ്, അത് മാനുഷികമായ നിലയിലാണ്. എന്നാൽ
ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവർ എങ്ങനെ ദൈവത്തെ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ എനിക്ക് ദൈവത്തിൽ നിന്ന് ജനിക്കണമെന്ന് പറഞ്ഞ് ജനിക്കാൻ പറ്റും? परंतु हमारा जन्म जो है वो शरीर की इच्छा के अनुसार है, मनुष्य की इच्छा के अनुसार है, परंतु जो परमेश्वर की इच्छा के अनुसार एक जन कैसा जन्म ले सकता? അപ്പോൾ ഇവിടെ നോക്കുക, ദൈവം ഇച്ഛിച്ചത് കൊണ്ടാണ് ഞാൻ വീണ്ടും ജനിച്ചത്. क्योंकि यहाँ पर हम देखते हैं कि उसके 13 वचन की आखिरी में मिला है कि परमेश्वर की इच्छा से, परमेश्वर ने चाहा इसलिए वो जन्म हुआ. നമ്മളും മറിയെ പോലെ പറയുകയാണ്, हम भी मरियम के जैसा कहता है, അവിടുത്തെ പുത്രനെ സ്വീകരിക്കണമെന്നുള്ള പിതാവേ നിന്റെ ഇഷ്ടം, ഞാനിതാ എന്റെ ഉള്ളം തുറക്കുന്നു. ओ ये स्वर्गीय पिता, आपके पुत्र को स्वीकारना ये आपका दिल की इच्छा है, इसलिए मैं मेरा दिल को खोलता हूँ. ഇതിനെയാണ് ദൈവത്തിന്റെ ഹിതപ്രയ അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള വിശ്വാസം എന്ന് ഉദ്ദേശിക്കുന്നത്. इस कार्य को बोलता है परमेश्वर की इच्छा के अनुसार, परमेश्वर की व्यवस्था के अनुसार का विश्वास. ഈ വിശ്വാസം കൂടാതെ ये विश्वास बिना ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ, അപ്പൊ നമ്മൾ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ വായിച്ചതുപോലെ ദൈവം അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. यहाँ पर हम देखते हैं कि यूहन्ना का सुसमाचार 6 अध्याय का 29 वचन में हमने पढ़ा था, यीशु मसीह ने उनसे कहा कि जो परमेश्वर ने जिसको भेजा उस पर विश्वास करना ही प्रभु को प्रसन्न करने वाला कार्य है. അപ്പൊ നമ്മള് കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? जब हम प्रभु यीशु मसीह को अपना हृदय में जब विश्वास करता है तब क्या होता है? ഈ ദുഷ്ടഹൃദയം, ये बुराई से भरा हुआ हृदय, ഇതിനായിട്ട് നമ്മൾ യെരമ്യാവിന്റെ പുസ്തകത്തിൽ കണ്ടല്ലോ, ഹൃദയം എല്ലാത്തിനേക്കാളും ദുഷ്ടമാണ്, കപടമാണ്. हमने यिर्मयाह नबी की किताब 17 अध्याय में अभी पढ़ा था, ये हृदय जो है सबसे अधिक बुराई से भरा हुआ है. അപ്പൊ കർത്താവായ യേശുവിനെ നമ്മള് ദൈവഹിത പ്രകാരം സ്വീകരിക്കുമ്പോൾ जब हम प्रभु यीशु मसीह को परमेश्वर की इच्छा के अनुसार जब स्वीकारता है, ആ നിമിഷം, उसी क्षण, ഒരു 10 വർഷം കഴിഞ്ഞല്ല, 10 साल के बाद में नहीं, ആ നിമിഷം उसी क्षण में നമ്മുടെ ഹൃദയം ശുദ്ധമുള്ളതായി. हमारा हृदय को प्रभु शुद्ध करता है, वो शुद्ध बनाता है. യേശുവിനെ ദൈവം എന്റെ മകനെ എന്ന് വിളിക്കുന്നത് പോലെ യേശുവിന്റെ ഹൃദയത്തിൽ വരുമ്പോൾ, യേശുവിനെ ഹൃദയത്തിൽ കണ്ടിട്ട് ദൈവം എന്നെയും മകനെ എന്നാണ് വിളിക്കുന്നത്. प्रभु यीशु मसीह को पिता परमेश्वर अपना बेटा कहता है. उसी रीति में जब प्रभु यीशु मसीह मेरे दिल में आएगा, मुझको भी ये मेरा बेटे करके स्वर्गीय पिता पुकारता है. हालेलुया. Praise the Lord. Praise the Lord. നോക്ക്, അതുകൊണ്ടാണ് ആത്മാവിലാണ് നമ്മൾ അവനെ പിതാവെന്ന് വിളിക്കുന്നത്. इसलिए हम आत्मा में अब्बा पिता कहता है. അതുകൊണ്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ. നോക്ക് എത്ര പെട്ടെന്നാണ് ദൈവമകനാകുന്നത്. इसलिए प्रियो, हम यूहन्ना का सुसमाचार 1 अध्याय का 12 वचन में अभी देखा था, जिसने भी उस पर विश्वास किया, उनको स्वीकारा, उन सबको परमेश्वर का संतान होने के लिए प्रभु ने अधिकार दिया. हम कैसा कितना देर लेकर के पवित्र हमारे प्रभु का बेटा बना? एक क्षण में, जिस समय में हम प्रभु को स्वीकारा उसी क्षण. അനേകര് നമ്മൾ കുറ്റം പറയുന്നതല്ല, കാരണം നമ്മൾ സ്വവിശ്വാസത്താൽ നമ്മൾ യേശുവിൽ വിശ്വസിച്ചാൽ നമുക്ക് ദൈവം ഉദ്ദേശിക്കാത്ത രീതിയിൽ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് അവർ സ്ഥാനപ്പെടുകയാണ്. प्रियो, एक बात यहाँ पर जानना, अगर हम अपनी इच्छा में, अपनी मनमानी में, अपनी ज्ञान में अगर हम प्रभु के आज्ञा बोल करके बपतिस्मा भी लेगा तो भी वो उसमें प्रभु प्रसन्न भी नहीं होता, उसमें उसका नया जन्म भी नहीं होता. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം അതിന് വിലയേറിയ വിശ്വാസം എന്നാണ് പറയുന്നത്. प्रियो, एक बात जानना, हमारे प्रभु यीशु मसीह पर जो विश्वास है वो सादा विश्वास नहीं, मूल्यवान विश्वास करके कहता है. കാരണം വിശ്വസിക്കുന്ന നിങ്ങൾ വിലയേറിയവരാണ്. क्योंकि विश्वास करने वाला आप लोग प्रभु का दृष्टि में मूल्यवान है. കാര്യം എന്താണ്? क्यों? कारण क्या है? ദൈവത്തിന്റെ പുത്രൻ അവരുടെ ഉള്ളിലുണ്ട്. क्योंकि परमेश्वर का पुत्र उन लोगों के अंदर है. നമ്മൾ വിലയേറിയവരെന്നല്ല, हम लोग मूल्यवान ऐसे नहीं. വിലയേറിയവനെ നമ്മൾ ആശ്രയിച്ചപ്പോൾ, ഇവിടെ നമ്മുടെ വിശ്വാസത്തിന് പകരം നമ്മൾ എപ്പോഴും ആശ്രയം എന്ന് നമ്മൾ ചിന്തിക്കണം. उस मूल्यवान महान प्रभु यीशु मसीह पर हमने भरोसा किया, इस कारण यहाँ पर हम जो विश्वास आपको वापस याद दिलाता है, यहाँ पर जो भी विश्वास करता है वो आश्रय को है भरोसा. वो भरोसा करना, प्रभु पर भरोसा करना उन लोगों के बारे में लिखा. അവിടെ അവനെ ആശ്രയിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. जो भी उन पर भरोसा करेगा वो भागेगा नहीं. അവിടെ നമ്മള് 1 പത്രോസ് 2-ാം അധ്യായം पहला पत्रोस उसका 2रा अध्याय അതിന്റെ 6-ാം വാക്യം നമ്മൾ വായിക്കുന്നു. उसका 6 वचन में हम पढ़ता है. पहला पत्रोस 2रा अध्याय का 6 वचन. इस कारण पवित्र शास्त्र में भी आया है, देखो मैं सियोन में कोने के सिरे का चुना हुआ और बहुमूल्य पत्थर धरता हूँ, और जो कोई उस पर विश्वास करेगा कि वह किसी रीति से लज्जित न होगा.
അവിടെ നമ്മൾ വായിക്കുന്നത് അവരിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്നവർക്ക് ആ മാന്യതയുണ്ട്. मतलब उसमें विश्वास करने वाला कभी भी लज्जित नहीं होगा. विश्वास करने वालों को वो सम्मान है, आदर है. ഇവിടെ നമ്മൾ ആ വാക്യവും അല്പം നമ്മൾ അതിന്റെ ട്രാൻസ്ലേഷൻ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അവൻ വിലയേറിയവനാണെന്നാണ് ഇത്. मतलब विश्वास करने वाला आप लोगों के लिए वो मूल्यवान है करके लिखा है. അപ്പോൾ ദൈവഹിത പ്രകാരം വിശ്വസിക്കുന്നത് വരെയും നമ്മൾ ഒരു വിലയില്ലാത്തതാണ്. मतलब प्रभु की इच्छा के अनुसार जब तक हम विश्वास नहीं करता है तो हमको कोई मूल्य नहीं. അപ്പോൾ ഏറ്റവും മൂല്യവത്താ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും മൂല്യം തന്റെ പുത്രനാണ്. मतलब परमेश्वर की दृष्टि में सबसे बड़ा मूल्य अपने पुत्र को है. അപ്പോൾ പുത്രനെ ഞാൻ സ്വീകരിച്ചപ്പോൾ जब उस पुत्र को मैंने स्वीकारा, ആ വിലയേറിയവനെ സ്വീകരിച്ച വ്യക്തികളും വിലയേറിയവരായി. उस मूल्यवान पुत्र को स्वीकारा हुआ लोग भी मूल्यवान बन गए. ഇതിനാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. इसलिए हम प्रभु का स्तुति करते हैं. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. हमें उस अंधकार से अद्भुत ज्योति की ओर प्रभु ने बुलाया. അങ്ങനെ നമ്മളെ എപ്പോഴാ വിളിച്ചപ്പോൾ തന്നെ നമ്മൾ ആരാണ്? प्रियो, जब भी हमें बुलाहट मिला तभी हम कौन बन गया? നമ്മൾ വിലയേറിയവരായി, हम प्रभु के दृष्टि में मूल्यवान बना, നമ്മൾ വിശുദ്ധരായി. हम पवित्र लोग बना. എന്നാൽ ആ വിളിച്ച വിളിക്ക് യോഗ്യമെന്ന് നമ്മൾ നടക്കേണ്ടതുണ്ട്. അത് വേറെ വിഷയമാണ്. प्रियो, हमें जो मिला हुआ बुलाहट की योग की जीवन बिताना ये हमारा कर्तव्य है, वो एक अलग विषय है. അതുകൊണ്ട് വിശുദ്ധരാകാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കർത്താവെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ദാനധർമ്മങ്ങൾ ചെയ്യുക, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ക്രിസ്തു ഉള്ളിൽ വന്നിട്ട് ക്രിസ്തു നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതിലൂടെയാണ്. प्रियो, हम लोग पवित्र बनने के लिए हमारा कोई मेहनत कार्य के द्वारा नहीं, प्रभु यीशु मसीह हमारे जीवन में आने के बाद में प्रभु को हमारे जीवन में काम करने के लिए जो मौका देता है उसके अनुसार है. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 15 അധ്യായത്തിൽ നോക്കാം. हम प्रेरितों का काम 15 अध्याय में देखेंगे. അതിന്റെ 9-ാം വാക്യം. उसका 9 वचन, प्रेरितों का काम 15 अध्याय का 9 वचन. और विश्वास के द्वारा उनके मन शुद्ध करके हम में और उनमें कुछ भेद न रखा. നോക്കുക, എങ്ങനെയാണ് ജാതികളും യഹൂദന്മാരും വിശുദ്ധരായി തീർന്നത്? मानो जाति और यहूदी लोग दोनों पवित्र कैसे बना? അവിടെ ഒരു തർക്കമുണ്ടായി. ജാതികളിൽ നിന്ന് വരുന്നവര് യഹൂദന്മാരെക്കാൾ താണവരാണെന്നുള്ള ഒരു വിഷയം വന്നപ്പോൾ അപ്പോസ്തലന്മാർ പ്രശ്നം പരിഹരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളും പാപികളായിരുന്നു. നമ്മൾ യേശു കർത്താവിനെ വിശ്വസിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ദൈവം ശുദ്ധമാക്കി, ഇതുപോലെ ജാതികളെയും ശുദ്ധമാക്കി എന്നാണ് പറയുന്നത്. यहाँ पर आपको मालूम होगा वो वहाँ का परिस्थिति क्या है. उन लोगों ने जाति के लोगों को यहूदी लोग अपने समान इतना श्रेष्ठ समझने के लिए तैयार नहीं हुआ. तब उन लोग वाद विवाद करने के बाद में वो बोलता है कि हम लोगों ने विश्वास करने के द्वारा धर्मी बना, वो लोग भी विश्वास करने के द्वारा धर्मी बना, तो हमारे में कोई भेद नहीं है करके समझा रहा है. ഇവിടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? प्रियो, हृदय को जानने वाला परमेश्वर करके कहने का अर्थ क्या है? അവന്റെ ഹൃദയത്തിൽ ദൈവം ഉണ്ടെന്ന്. क्योंकि उनके यीशु हृदय क्रिस्तु में ഉണ്ട്. प्रभु है, यीशु मसीह है. യേശുക്രിസ്തുവിന്റെ ഹൃദയം, യേശുക്രിസ്തുവിനെ ഉള്ളവരെ ദൈവം അറിയുന്നു. क्योंकि जिसके दिल में प्रभु यीशु मसीह है उनको प्रभु जानता है. നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, हम गलातियों का पत्री में पढ़ता है, പണ്ട് നിങ്ങൾ ദൈവത്തെ അറിയാത്തവരായിരുന്നു, पहले तुम प्रभु को नहीं जानते थे, എന്നാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു. परंतु प्रभु ने तुम्हें जाना. എങ്ങനെ അറിഞ്ഞു? कैसे जाना? തന്റെ പുത്രൻ അവരിലുണ്ടെന്ന് അറിഞ്ഞു. हाँ, उसका पुत्र उनमें था करके प्रभु ने जाना. അവിടെ ആ ഗലാത്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവിടെ അവര് വീണ്ടും പഴയ ചില പ്രവൃത്തിയിലേക്ക് പോകുന്ന കണ്ടിട്ട് ദൈവദാസന്റെ ഹൃദയം വേദനിക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. जब गलातियों का पत्री में हम देखते हैं कि वे लोग प्रभु में आने के बाद में भी कई प्रकार का पुराना कामों में आदतों में चला गया करके हम वहां पर देखता है. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ उसका 4 अध्याय गलातियों 4 अध्याय का 8 से जब हम पढ़ेंगे, पहले तो तुम परमेश्वर को न जानकर അതിന്റെ അർത്ഥം എന്താണ്? और इसका अर्थ क्या है? ഞങ്ങൾ പാപികളാണെന്നും നരകത്തിലേക്ക് പോകുന്നവരാണെന്നും ഇരുട്ടി നടക്കുകയാണ്, അവർക്കൊന്നും അറിയത്തില്ല. मतलब वे हम लोग पापी है, हम लोग अंधकार में है, हम लोग कहाँ जा रहे हैं वो सब उन लोगों नहीं जानता. എന്നാൽ വെളിച്ചമുള്ളിൽ വന്നപ്പോൾ परंतु जब ज्योति अंदर आया അപ്പോൾ അവർക്ക് മനസ്സിലായി, उस समय में उन्होंने जाना ഞാൻ എത്ര ഭയങ്കര പാപിയാണ്. वे कितना भयंकर पापी है. ഇപ്പോൾ ഇനിയും ഞാൻ എവിടേക്ക് പോകുന്നു നല്ല നിശ്ചയമുണ്ട്. अभी ये पाप की अवस्था में मैं कहाँ जा रहा हूँ करके मुझे पक्का मालूम है. അത് എവിടെ? നരകത്തിലായിരുന്നു. वो नरक में है. എന്നാൽ परंतु ദൈവം എനിക്ക് തന്റെ പുത്രനെ വിശ്വസിക്കാൻ കൃപ തന്നു. प्रभु ने मुझको अपने पुत्र पर विश्वास करने के लिए अनुग्रह दिया. അതാണ് നമ്മൾ വായിക്കുന്നത്, ദൈവത്തെ അറിഞ്ഞും ദൈവം അവരെ അറിഞ്ഞു. ये बात को हम उसका 9 वचन में पढ़ता है कि मतलब उनको पर अब जो तुमने परमेश्वर को पहचान लिया और परमेश्वर ने तुमको पहचाना. ये प्रयोग बहुत अनोखा है. നോക്കുക, അതാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുന്നത്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ, ആ അറിയുന്നതാണ് നിത്യജീവൻ. प्रियो, यही बात हम एक प्रकार देखा है तो यूहन्ना का सुसमाचार 17 अध्याय में उसका 3रा वचन में लिखा है कि
कि तू एकमात्र अद्वैत परमेश्वर को और तेरा भेजा हुआ मसीह को जानना ही अनंत जीवन है। അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ യേശുക്രിസ്തു ഹൃദയത്തിൽ വരുമ്പോൾ ദൈവം അവനെ അറിയുന്നത് ഇനി പാപി എന്നല്ല, ദൈവകോപം ഉള്ളവനെന്നല്ല, എന്റെ പ്രിയ മകൻ എന്ന് ദൈവത്തിന് വിളിക്കാൻ പറ്റും. प्रभु यीशु मसीह जब हमारे दिल में आ जाता है उस समय में स्वर्गीय पिता हमें देखता है अपने पुत्र के रूप में, इसलिए स्वर्गीय पिता अपने बारे में क्या बोलता है, ये भी मेरा पुत्र है। പക്ഷെങ്കിൽ നമ്മളെ പലർക്കും, നമ്മളെ ഈ യേശുവിൽ വിശ്വസിക്കുന്ന പലർക്കും ഈ അറിവില്ല. परंतु प्रभु यीशु मसीह पर विश्वास किया और बहुत से लोगों को ये प्रकार का ज्ञान नहीं। അത് പരിശുദ്ധാത്മാവ് തരുന്ന ജ്ഞാനമാണ്. प्रियो ये पवित्र आत्मा में देने वाला ज्ञान है। നമ്മള് 1 കൊരിന്ത്യർ 8 അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. पहला कोरिन्थी 8 अध्याय में हम पढ़ता है, पहला कोरिन्थी 8 अध्याय। അവിടെ നമ്മള് അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ, സോറി 8-ാം വാക്യം 6-ാം വാക്യം വായിക്കുമ്പോൾ 8 अध्याय उसका 6 वचन से जब हम पढ़ता है 5-ാം വാക്യം മുതൽ 5 से पढ़िएगा। यद्यपि आकाश में और पृथ्वी पर बहुत से ईश्वर कहलाते हैं, जैसा कि बहुत से ईश्वर और बहुत से प्रभु है, तो भी हमारे लिए तो एक ही परमेश्वर है, अर्थात पिता, जिसकी ओर से सब वस्तुएं हैं और हम उसी के लिए है, और एक ही प्रभु है, अर्थात यीशु मसीह, जिसके द्वारा सब वस्तुएं हुई और हम भी उसी के द्वारा है। पर सबको वह ज्ञान नहीं। നോക്കുക, ഈ അറിവില്ലാത്ത അനേക വിശ്വാസികൾ എന്ന് പറയുന്നവരുണ്ട്. मतलब ये ज्ञान, मतलब यहाँ पर लिखा है कि सबको ये ज्ञान नहीं, ये ज्ञान बिना बहुत विश्वासी लोग हैं। ഇത് ദൈവഹിത പ്രകാരമുള്ള ദൈവം തരുന്ന ജ്ഞാനമാണ്. प्रियो ये जो ज्ञान परमेश्वर की ओर से मिलता है, ഇതാണ് പരിശുദ്ധാത്മാവ് തരുന്ന ജ്ഞാനം. ये है पवित्र आत्मा देने वाला ज्ञान। നമ്മളെ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ അതുണ്ട്. ये पहला कोरिन्थी 2 अध्याय में है। ദൈവത്തെയും തന്റെ പുത്രനെയും അറിയാനാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. प्रियो पिता परमेश्वर को, उसका पुत्र यीशु मसीह को जानने के लिए प्रभु ने हमें पवित्र आत्मा दिया है। ഈ ജ്ഞാനമില്ലാത്തവരെ ദൈവം അറിയുന്നില്ല. और ये ज्ञान जिसको नहीं है उसको प्रभु भी नहीं जानता। അവര് വിശ്വസിച്ചിരിക്കും, वो लोग विश्वास करता होंगे, അവർ സ്ഥാനപ്പെട്ടതിരിക്കും, वो लोग बपतिस्मा भी लेंगे, പക്ഷെ അവരുടെ സ്വന്തം രീതിയിലുള്ള വഴി, സ്വന്തം ജ്ഞാനത്തിലുള്ള വിശ്വാസമാണ്. परंतु वो सारे बात, उनका विश्वास और उनका ये बपतिस्मा, ये सब अपने उसकी बुद्धि के अनुसार, ज्ञान के अनुसार का बात है। അപ്പൊ ദൈവം എന്റെ പിതാവാണെന്ന് ഒരു മനുഷ്യൻ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം അവന്റെ ഉള്ളിൽ അവൻ എന്തൊരു സന്തോഷമാണ്. प्रियो जब महान परमेश्वर मेरा पिता है करके जब आत्मा से वो ज्ञान मिलता है तो वो व्यक्ति में कितना बड़ा आनंद रहेगा। കാരണം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? क्या प्रियो परमेश्वर का पुत्र कहना ये कोई छोटी बात है क्या? നമ്മൾ യോഹന്നാൻ അതിന്റെ 3-ാം അധ്യായത്തിന് 1-ാം വാക്യം കാണീൻ, ദൈവം നമ്മളെ സ്നേഹിച്ച പറയുമ്പോൾ ആ ദൈവ സ്നേഹത്തിന്റെ മഹത്വമാണ് പറയുന്നത്. प्रियो हम जब पहला यूहन्ना 3 अध्याय का पहला वचन में देखते हैं, देखो हम परमेश्वर का संतान कहलाता है और हम ऐसा है भी। Praise the Lord. हालेलुया। നാം അങ്ങനെ ആകുന്നു, हम ऐसा ही है, പക്ഷേ ലോകം നമ്മെ അത് അറിയുന്നില്ല. परंतु दुनिया हमको नहीं जानता, കാരണം ദൈവം ആ ലോകം നമ്മുടെ പിതാവിനെ അറിയുന്നില്ല. क्योंकि दुनिया ने प्रभु को भी नहीं जाना। എന്നാൽ ലോകം അറിയുന്ന പിതാവ് വേറെ പിതാവാണ്. और ये प्रियो ये दुनिया जानने वाला पिता और एक पिता है। കർത്താവ് അത് യോഹന്നാന്റെ 8-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. क्योंकि यूहन्ना का सुसमाचार 8 अध्याय में यहूदी लोगों को ही प्रभु ने बोला तुम्हारा पिता शैतान है। അപ്പോൾ നമ്മൾ ശരിക്കും ദൈവഹിത പ്രകാരമുള്ള വിശ്വാസത്തിൽ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ പിന്നെ നമ്മൾ പാപിയല്ല, നാം ദൈവത്തിന്റെ മകനാണ്. ദൈവത്തിന്റെ ആത്മാ അവിടെ വായിക്കാൻ നമ്മൾ നേരത്തെ നമ്മള് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലേക്ക് തിരികെ വരാം. प्रियो हम लोग यहाँ पर देखते हैं कि अगर हम परमेश्वर की उस इच्छा के अनुसार उस विश्वास को जब हम अपनाएगा तो फिर हम परमेश्वर का संतान है। हम वापस प्रेरितों का 15 अध्याय में आएंगे, അവിടെ നമ്മൾ വായിക്കുന്നു, वहां पर हम पढ़ते हैं ഹൃദയങ്ങളെ അറിയുന്ന ദൈവം എന്നുള്ള വിഷയം വന്നപ്പോഴാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളിലേക്ക് പോയത്. जब हमारा हृदय जानने वाला परमेश्वर करके जब हमने ध्यान किया तब हम इन बातों में आया। ഹൃദയങ്ങളെ അറിയാന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? हृदय को जानने का अर्थ क्या है? ഇവൻ പണ്ട് എന്റെ പുത്രൻ ഇല്ലാത്തവനായിരുന്നു, ये पहले मेरा पुत्र नहीं था, ക്രിസ്തു ഇല്ലാത്തവരായിരുന്നു, ये मसीह रहित था, പ്രത്യാശ ഇല്ലാത്തവരായിരുന്നു, ये आशा रहित था, ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു. और दुनिया में परमेश्वर रहित था। എന്നാൽ രക്തം ചിന്താതെ വിമോചനമില്ല എന്നുള്ള വചനപ്രകാരം परंतु बिना लहू बहा करके मुक्ति नहीं, इस वचन के आधार में ദൂരസ്ഥരായ നമ്മളെ, हम जब दूर थे हमें भी, നമ്മളെ എഫെസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഒന്ന് വായിക്കാം. हम एफेसियों का पत्री 2 अध्याय इसका 13 वचन में हम पढ़ता है, पर
अब मसीह यीशु में तुम जो पहले दूर थे हाँ। मसीह के लहू के द्वारा निकट हो गए हो। പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഇപ്പോൾ നമ്മൾ അടുത്ത് വന്നു. നമ്മൾ താപ്പോട്ട് വായിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ഗ്രഹമാണ്. प्रियो, हमें ये बात को जानना है कि हम पहले दूर थे और जो प्रभु यीशु मसीह के लहू के द्वारा हम निकट आया, हाँ। अभी हम कोरे परमेश्वर का घराने के लोग हैं। അപ്പൊ വിശ്വാസത്താൽ, ये कैसे मिला? विश्वास के द्वारा, ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ. प्रभु यीशु मसीह पर विश्वास करने के द्वारा। നമ്മൾ താപ്പോടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സമീപസ്ഥരാണ്. जब हम नीचे की वचनों को जब पढ़ेगा तो अभी हम प्रभु के निकट है, നമ്മൾ സ്വന്തം വീട്ടുകാരാണ്. हम प्रभु के घराने के लोग हैं, നമ്മൾ അവകാശികളാണ്. हम अवकाशी है। ക്രിസ്തുവിനുള്ള എല്ലാത്തിനും നമ്മൾ അവകാശികളാണ്. मसीह में जो कुछ है उन सारे बातों का अवकाशी हम बन गया। കാരണം ഈ വിശ്വാസത്തിന്റെ മാന്യത എത്ര ശ്രേഷ്ഠമാണ് പ്രിയമുള്ളവരെ. प्रियो, ये विश्वास के द्वारा हमें मिलने वाला उस अनंतकाल का आदर कितना बड़ा है। അപ്പൊ ഈ ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ഇരിക്കുന്നത്. और मसीह में हमारे लिए सारे आशीष रखा है। ഈ ക്രിസ്തുവിനെ കിട്ടുമ്പോൾ എല്ലാം കിട്ടുന്നു. इस प्रभु यीशु मसीह को जब मिल जाता है सब कुछ आशीष हमें मिलता നമുക്ക് है। വിശ്വാസം വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്. हमारा विश्वास रोज बढ़ना चाहिए, പക്ഷെങ്കിൽ വിശ്വസിക്കുന്നത് ക്രിസ്തുവിനെ അല്ലെങ്കിൽ ആകെ എല്ലാം പോയി. परंतु अगर हम विश्वास प्रभु यीशु पर नहीं किया तो सारे विश्वास गया। നോക്കുക, യേശുവിനെ വിശ്വസിക്കുന്ന ആ നിമിഷം, ക്രിസ്തു ഹൃദയത്തിൽ വരുന്ന ആ നിമിഷം തന്നെ നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്. കാരണം നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ക്രിസ്തുവിൽ അവനിലുള്ളോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും പരിശുദ്ധാത്മാവിന്റെ സകല നിറവുമുള്ളത് ക്രിസ്തുവിലാണ്. प्रियो, हमें ये बात को जानना है, जब हम नया जन्म पाता है, उद्धार पाता है, प्रभु की पवित्र आत्मा हमारे अंदर आता है, तो वो यीशु मसीह हमारे दिल में आ गया। तो प्रभु यीशु मसीह में हम कोलोसियों 2 अध्याय का 9 वचन में पढ़ता है, उसमें परमेश्वर की सारी परिपूर्णता देह रूप में वास करता है। നമ്മൾ യശയ്യാവിന്റെ പുസ്തകം 48:42 വായിച്ചു, ഞാൻ പ്രസാദിക്കുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം ആനന്ദിക്കുന്ന എന്റെ ദാസൻ, എന്റെ ആത്മാവിനെ അവനിലാണ് ഞാൻ വെക്കുന്നത്. अभी हमने थोड़ी देर पहले यशायाह 42 का पहला वचन में हमने देखा था, मेरा दिल प्रसन्न होने वाला मेरा दास, मैं उस पर मेरी आत्मा को रखूंगा। ഇനി ഈ സംഭവങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് 15:8 വാക്യം ഒന്നുകൂടെ വായിക്കാം. इस सारे बातों को समझते हुए हम प्रेरितों का 15 अध्याय का 8 वचन फिर से एक बार पढ़ेंगे। मन के जांचने वाले परमेश्वर ने उनको भी हमारे समान पवित्र आत्मा देकर നോക്കുക, ദൈവാത്മാവിനെയും ക്രിസ്തുവിനെയും ഒരുമിച്ച് വരുന്നുണ്ടോ? അത് അവിടെ വായിക്കുന്നത് ഹൃദയങ്ങളെ അറിയുന്ന ദൈവം എന്ന് പറഞ്ഞ അർത്ഥം, ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ടെന്ന് ദൈവം അറിയുന്നത് കൊണ്ട് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് തന്റെ പുത്രൻ ഹൃദയം അവിടെ ആത്മാവുണ്ട്. यहाँ पर हम देखते हैं कि हमारा मन को जानने वाला परमेश्वर उनको हमारा समान पवित्र आत्मा देकर। അപ്പൊ എന്നിൽ ക്രിസ്തു ഉണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഹോളി സ്പിരിറ്റാ. प्रियो, मुझ में प्रभु यीशु मसीह एक करके गवाही देने वाला पवित्र आत्मा है। അല്ലേ? Praise the Lord। നമ്മൾ റോമാലേഖനം 8 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ എന്താണ്? ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷി പറയുന്നത് ദൈവത്തിന്റെ മക്കളാണെന്ന്. जब रोमियों का पत्री 8 अध्याय का 16 वचन में हाँ। पढ़ता है, हाँ। पवित्र आत्मा हमारे आत्मा के साथ गवाही देता है कि हम परमेश्वर का संतान है। പ്രൈസ് ദി ലോർഡ്. हालेलुया। നമ്മൾ ആ സാക്ഷി കേൾക്കാറുണ്ടോ? क्या आपको बात का गवाही वो आवाज आप सुनते हैं? അതാണ് ഇവിടെ പറയുന്നത്. वही बात को यहाँ पर बताता है। യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ദൈവത്തിന്റെ ആത്മാവ് സാക്ഷി പറയുകയാണ്, ഇവൻ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, ദൈവത്തിന്റെ മകനാണ് എന്ന്. प्रभु यीशु मसीह में विश्वास करने के द्वारा प्रभु की आत्मा गवाही देता है, ये प्रभु का बेटा है, ये पवित्र जन है। എന്നാൽ ഈ സംഭവം ശിമോന്റെ സ്നാനത്തിൽ നടന്നില്ല, വിശ്വാസത്തിൽ നടന്നില്ല. परंतु ये जो कार्य है हमने जो पहले शिमोन का बारे में देखा, उसका जीवन में नहीं हुआ। അവൻ പിന്നെയും ആത്മാവിനെ കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. अभी वो वापस आत्मा पाने के लिए वो परिश्रम कर रहा है। ശിമോന്റെ അവസ്ഥ തന്നെയായിരിക്കും അങ്ങനെയുള്ളവർ. हाँ, शिमोन का वही अवस्था रहेगा, मतलब इसी प्रकार का कार्य करने वाले लोगों का भी जीवन में। പ്രിയമുള്ളവരെ, വഞ്ചിക്കപ്പെടരുത്. प्रियो, हमारे में से कोई भी धोखा ना खाए, നമ്മൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കരുത്. हम परमेश्वर के वचन में मिलावट ना करें, നമ്മുടെ സ്വന്തം വഴിയിലേക്ക് വിശ്വാസത്തെ കൊണ്ടുവരരുത്. हमारा खुद की मार्ग में विश्वास को लेकर ना आए। കാരണം ദൈവം വെച്ചിരിക്കുന്ന, നമ്മൾ അവിടെ വായിക്കുകയാണ്, നമ്മൾ തീമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. यहाँ पर हम तीमुथियुस के पत्री में जब पढ़ता है, എന്താണ് വിശ്വാസ 1 തീമോഥെയോസ് 1:3 വാക്യം. पहला तिमोथी पहला अध्याय का 3 वचन। जैसे मैंने मकिदुनिया को जाते समय तुझे समझाया था कि इफिसुस में रहकर कुछ लोगों को आज्ञा दे कि अन्य प्रकार की शिक्षा न दे, न उन कहानियों और अनंत वंशावलियों पर मन लगाए जिससे विवाद होते हैं और परमेश्वर के उस प्रबंध के अनुसार नहीं जो विश्वास पर आधारित है। എന്താണ് ദൈവത്തിന്റെ ഏക വ്യവസ്ഥ? प्रियो, क्या है परमेश्वर का एकमात्र प्रबंध?
നമ്മൾ അതും ഇതും ഒരുപാട് സംവാദങ്ങൾ പറയുന്നതല്ല. हम लोग बहुत बातों के बारे में वाद विवाद करना नहीं, കാരണം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ദൈവഹിത പ്രകാരം തന്റെ പുത്രനെ വിശ്വസിക്കുന്നതിനെയാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. അതല്ലാതെ വേറൊരു മാർഗവും ഇല്ല. प्रियो परमेश्वर का एकमात्र प्रबंध, परमेश्वर ने हमारे लिए दिया हुआ अपना एकलौता पुत्र प्रभु यीशु मसीह पर विश्वास करना है, इसके अलावा कुछ नहीं. പൗലോസ് ഭയങ്കരമധികം പ്രശംസിക്കുന്ന വ്യക്തിയായിരുന്നു. पौलुस एक समय में अपने ऊपर बहुत प्रशंसा करते थे, പുത്രത്വം ഞങ്ങൾക്കുണ്ട്, क्योंकि यहूदी लोगों का एक खूबी था कि वो लोग अवकाश करते थे, हम लोग पुत्र है, ഞങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട്, हमको व्यवस्था है, ദൈവം സകല ജാതിയും ഞങ്ങളെ തെരഞ്ഞെടുത്തു, हम सारे जातियों से प्रभु के लिए अलग किया हुआ चुना हुआ लोग है, ഞങ്ങൾ ജാതികളല്ല. हम जाति के लोग नहीं. ഇങ്ങനെ എപ്പോഴും യഹൂദന്മാർ പ്രശംസിച്ചിരുന്നു. इसी रीति में यहूदी लोग बहुत घमंड करते थे. എന്നാൽ പൗലോസ് ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ परंतु जब पौलुस प्रभु की उपस्थिति में जब आया, നമ്മൾ റോമാലേഖനം അതിന്റെ 3-ാം അധ്യായത്തിൽ 27-ാം വാക്യം, रोमी 3 अध्याय का 27 वचन में, रोमियो 3:27, तो घमंड करना कहाँ रहा, उसकी तो जगह ही नहीं. हाँ। कौन सी व्यवस्था के कारण से, क्या कर्मों की व्यवस्था से नहीं, हाँ। वरन विश्वास की व्यवस्था के നോക്കുക, कारण. നിങ്ങളുടെ ബോസ്റ്റിംഗ് എവിടെ പോയി? अभी तक तुम लोग जो घमंड करता था वो कहाँ गया? അത് പോയി. वो चला गया. മനുഷ്യരുടെ എല്ലാ ബോസ്റ്റിംഗും ദൈവം എടുത്തു കളഞ്ഞു. प्रियो, मनुष्य का सारा घमंड को प्रभु ने दूर किया. ഇനി ആരെങ്കിലും പ്രശംസിക്കുന്നെങ്കിൽ अभी कोई भी अगर प्रशंसा करे, അതെ കർത്താവിൽ പ്രശംസിക്കണം. वो प्रभु में प्रशंसा करना, कारण प्रभु हम- में घमंड करना. നമുക്ക് 1 കൊരിന്ത്യർ അതിന്റെ 1:30 വാക്യത്തിൽ 1:30 വായിക്കുന്നുണ്ട്, ഒരു മനുഷ്യനും ദൈവത്തിൽ പ്രശംസിക്കാത്ത രീതിയിലാണ് ദൈവ രക്ഷ ഒരുക്കിയിരിക്കുന്നത്. प्रियो, पहला कुरिन्थी पहला अध्याय का 30-31 वचन जब पढ़ेगा तो वहां पर हमें बात को जानना है कि कोई भी व्यक्ति प्रशंसा ना करे. അവിടെ മുകളിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ അവസ്ഥയെ കുറിച്ച് പറയുകയാണ്. वहां पर उसका 26 वचन से जब हम देखते हैं तो हमारा चुनौती के बारे में वहां पर बोलता है. നമ്മൾ ജ്ഞാനികളായിരുന്നില്ല, हम लोग ज्ञानी नहीं था, നമ്മള് ബലവാന്മാരായിരുന്നില്ല, हम लोग बलवान नहीं था, നമ്മൾ हम ധനവാന്മാരായിരുന്നില്ല, धनवान नहीं थे, പിന്നെ നമ്മൾ ഏറ്റവും നികൃഷ്ടരായിരുന്നു. हम लोग निकृष्ट लोग थे. അപ്പം ദൈവം എന്ത് ചെയ്തു? परंतु परमेश्वर ने क्या किया? ഏറ്റവും നികൃഷ്ടമായതിനെ ഏതുമില്ലാതെ തെരഞ്ഞെടുത്തു. परमेश्वर ने उन मूर्खों को अपनी महिमा के लिए चुन लिया. എന്നിട്ട് 29-ാം വാക്യത്തിൽ വായിക്കാം. और उसका 29 में पढ़ता है, ताकि कोई प्राणी परमेश्वर के सामने घमंड न करने पाए. അപ്പോൾ ദൈവസന്നിധിയിൽ ഈ ഏത് മനുഷ്യനും എന്തെങ്കിലും പ്രശംസിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ അപ്പോഴും അവൻ വഴിയിൽ വന്നിട്ടില്ല. प्रियो, अगर कोई भी व्यक्ति अगर और किसी बात में अगर वो घमंड करता है तो प्रशंसा करता है तो अभी तक प्रभु की मार्ग में नहीं आया. അപ്പോൾ ദൈവത്തിന്റെ വിശ്വാസം എന്താണ്? എന്റെ പുത്രൻ മാത്രമായിരിക്കും പ്രശംസാ വിഷയമായി തീരേണ്ടത്. क्योंकि परमेश्वर की पद्धति क्या है कि मेरा पुत्र ही सर्व प्रशंसा का विषय रहना चाहिए. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആരാധിക്കുന്നത് എങ്ങനെയാണ്? हम लोग जब स्वर्ग में पहुंच जाएगा तो उसकी आराधना कैसे होता है? കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, हे मेमना तुम मद हो गया, നിന്റെ രക്തം കൊണ്ട് എന്നെ വിലയ്ക്ക് വാങ്ങി, तेरी लहू के द्वारा मुझको खरीदा, ആരാധനയ്ക്ക് യോഗ്യൻ, आराधना के लिए आप योग्य, പ്രശംസയ്ക്ക് നീ യോഗ്യൻ, आप प्रशंसा का योग्य, മഹത്വവും മാനവും പ്രശംസയെല്ലാം നിനക്ക്. सारे मान महिमा सम्मान आपको. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ ആരാധിക്കുന്ന അതേ ആരാധനയാണ് സ്വർഗത്തിലും. प्रियो, यहाँ पर जो हम आराधना करता है वही आराधना स्वर्ग में भी है. ഇവിടെ നമ്മൾ ഒരുപാട് പാട്ട് പാടി നമ്മൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് ജഡത്തിൽ പ്രശംസിച്ചിട്ട് സ്വർഗത്തിൽ ചെന്ന് വ്യത്യസ്തമായ രീതിയിൽ ആരാധിക്കാൻ പറ്റുമോ? दुनिया में हमने बहुत गीत गाया था, बहुत कुछ ये किया वो किया, ऐसा बोल के स्वर्ग में जाकर घमंड कर पाएंगे? ഒരിക്കലുമില്ല. कभी नहीं. കാരണം അത് ദൈവവ്യവസ്ഥ പ്രകാരമുള്ള ദൈവത്തിന് പ്രസാദം വരാത്ത കുറെ വിശ്വാസം കൊണ്ട് നമ്മൾ നടക്കുകയാണ്. प्रियो, ये सारे बात अगड़म बगड़म बात जो है, ये इतना गीत गाया उतना वो गाया ये गाया, ये सब प्रभु को प्रसन्न करने वाला प्रभु का विश्वास की मार्ग नहीं है. प्रियो, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചിന്തിച്ചു വരുന്നത്? ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിശ്വാസമാണെങ്കിൽ പ്രശംസിക്കാൻ അവനൊന്നുമില്ല. प्रियो, प्रभु को प्रसन्न करने वाला विश्वास में हम कूद में हमें घमंड करने के लिए कुछ भी नहीं. അപ്പൊ യഹൂദന്മാരുടെ പ്രശംസയെ ചോദ്യം ചെയ്യുകയാണ്, ആ പ്രശംസ എവിടെ? इसके यहाँ पर प्रेरित पौलुस, यहूदी लोग बहुत बातों में घमंड करते थे, वो लोग पूछता है कि तुम्हारा घमंड कहाँ गया? അത് പോയി. वो सब चला गया. ഏത് മാർഗത്തിൽ? कौन सा मार्ग में? കർമ്മമാർഗത്തിലോ? कर्म के मार्ग में അല്ല, नहीं, വിശ്വാസം എന്ന വ്യവസ്ഥ. विश्वास के मार्ग में.
നമ്മുടെ വിശ്വാസം എങ്ങനെയുണ്ട്? हमारा विश्वास आज कैसा है? ഇന്ന് നമുക്ക് എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടെങ്കിൽ, क्या आज भी अगर हमें कोई भी बात पर प्रशंसा करना हो, നമ്മുടെ വിശ്വാസത്തിൽ വന്നതിന് ശേഷവും നമ്മൾ പറയും നമ്മൾ വലിയ പോപ്പുള്ളവരുടെ വീട്ടിലാണ്, കർദിനാളുള്ള വീട്ടിലാണ്, ആ പ്രശംസയെ പിന്നെയും മുറുകെ പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ നമ്മൾ സ്വാധീനിക്കാൻ നോക്കുന്നുണ്ട്. प्रियो, हमारे जीवन में हम कई बार प्रभु में आने के बाद में हम वो जो पुराना जीवन के बारे में, वो मेरा घर में मतलब पोप था, कर्दिनाल था, बिशप था, इसे भी बोल देगी. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശുവിനെ മാത്രം പ്രശംസിക്കുന്നതാണ് വിശ്വാസം. प्रियो, विश्वास क्या है? सिर्फ हमारे जीवन में प्रभु यीशु मसीह पर भरोसा करके उसको प्रशंसा करना, उसको ऊंचा करना, वो ये विश्वास. നമ്മൾ ശരിയായ ആരാധനയിൽ ദൈവപുത്രനെ പ്രശംസിക്കുന്നുണ്ട്. हम सच्चा आराधना में प्रभु का पुत्र का या यीशु मसीह की प्रशंसा करता है. നാം ദൈവപുത്രനെയാണ് ഉയർത്തിക്കൊണ്ട് ദൈവത്തിന് പ്രശംസ കൊടുക്കുകയാണ്. हम परमेश्वर का पुत्र को ऊंचा करते हुए हम प्रभु को महिमा दे रहे हैं. നമ്മളെ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. हम फिलिपियों का पत्री 2 अध्याय में पढ़ता है, സോറി 3-ാം അധ്യായം उसका 3 अध्याय में. അവിടെ അതിന്റെ 3-ാം വാക്യം മുതൽ വായിക്കുകയാണ്. फिलिपियों का पत्री उसका 3 अध्याय का 3 वचन से पढ़ता है. क्योंकि खतना वाले तो हम ही हैं जो परमेश्वर के आत्मा की अगुवाई से उपासना करते हैं और मसीह यीशु पर घमंड करते हैं और शरीर पर भरोसा नहीं रखते. पर मैं तो शरीर पर भी भरोसा रख सकता हूँ यदि അവിടെ ജഡത്തിൽ ആശ്രയിക്കാതെയും തന്നെ കർത്താവായ യേശുവിൽ പ്രശംസിക്കുകയും ചെയ്യുന്ന നാം തന്നെ पर शरीर पर भरोसा न रखते हुए सिर्फ प्रभु यीशु मसीह पर प्रशंसा करना, അതാണ് ശരിക്കുള്ള ആത്മാവുള്ള ആരാധന. वो है सच्चा आत्मा की आराधना. എത്ര ശ്രേഷ്ഠമാണ് വിശ്വാസം! कितना श्रेष्ठ है प्रियो विश्वास. ദൈവം പ്രസാദിക്കുന്ന പ്രസാദം എന്താണ്? परमेश्वर प्रसन्न होने वाला विश्वास क्या है? അത് പുത്രനെ ഉയർത്തുന്നതാണ്. प्रियो, वो पुत्र को ऊंचा करना है. അതേ ദൈവമായ പിതാവേ, हे महान पिता परमेश्वर, നിന്റെ പുത്രൻ അത് ആരാധനയ്ക്കും പ്രശംസയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യനെന്ന് പറയുമ്പോൾ आपका एक पुत्र वो प्रशंसा के लिए, आराधना के लिए, सारे महिमा के लिए योग्य करके जब हम कहता है, നമ്മുടെ വിശ്വാസത്തെ, അതുകൊണ്ടാണ് നമ്മൾ 2 കൊരിന്ത്യർ 13:5 നിങ്ങൾ ശരിക്കുള്ള വിശ്വാസത്തിലാണോ നിങ്ങളെ പരിശോധിക്കണം. इसी कारण प्रभु का वचन में प्रेषित पौलुस 2 कोरिन्थियों 13:5 में लिखा है कि तुम विश्वास में हो कि नहीं, ये बात को परखो करके कहा है. ക്രിസ്തു ഹൃദയത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ വിശ്വസിക്കുകയാണ്. प्रियो, अगर यीशु मसीह हमारे हृदय में नहीं है तो विश्वास एक खोखलापन विश्वास है. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ अगर प्रभु तुझ में है तो യു ആർ അപ്രൂവ്ഡ്, നിങ്ങൾ സ്വീകരിക്കപ്പെട്ടു. प्रियो, हम बिल्कुल प्रभु से अंगीकार किया गया, स्वीकार किया. हालेलुया. ദൈവത്തിന്റെ പുത്രൻ നമ്മളില്ല എങ്കിൽ ദൈവം നമ്മളെ സ്വീകരിക്കില്ല. പ്രിയമുള്ളവരെ, प्रियो, उस महान प्रभु का पुत्र प्रभु यीशु मसीह यदि हमारे जीवन में नहीं है तो प्रभु हमें कभी भी नहीं स्वीकारेगा. അതുകൊണ്ടാണ് കർത്താവ് വരുമ്പോൾ അനേകർ പറയും ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, നിന്റെ നാം വീര്യപ്രവൃത്തികൾ ചെയ്തു. കർത്താവ് അധർമ്മം ചെയ്തവരെ എന്നെ വിട്ടുപോകും, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞില്ല. കാരണം ദൈവം അവരുടെ ഹൃദയത്തിൽ തന്റെ പുത്രനെ കണ്ടില്ല. प्रियो, हमें एक बात को जानना, एवं मत्ती के सुसमाचार 7 अध्याय का 22-23 वचन में हम देखते हैं कि उन दिनों में बहुत से लोग आकर के कहेंगे, प्रभु हमने तेरी नाम से भविष्यवाणी किया, तेरे नाम से बड़े बड़े कार्य किया, चमत्कार किया, भविष्यवाणी किया. और तो प्रभु उस दिन क्या बोलता है? मैं तुम्हें कभी नहीं जाना, एक कुकर्म करने वालों मुझसे दूर हो करके उनको कहेगा, क्योंकि प्रभु उनमें मसीह को नहीं देखा. രക്തം ചുരിയാതെ വിമോചനമില്ല എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള ഒരു കാര്യമാണ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക. എന്താണ് അപ്പൊ വിശ്വാസം എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. प्रियो, एक बात अभी आपने ध्यान से सुना होगा, कल हमने सीखा था कि बिना लहू बहा करके मुक्ति नहीं. उसी प्रकार बिना 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 ये बात पर आज हमने दूसरा बात को देखा, मतलब विश्वास बिना परमेश्वर को प्रसन्न नहीं कर सकता. यही बात को मैं हम लोग अभी तक ध्यान कर रहा था. കർത്താവ് നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. प्रभु हमें बहुत आय से आशीष दे. प्रभु का अनुग्रह आप सबके साथ हो. आमीन.